ജോബി വയനാട്. അദ്ദേഹമാണ് ഇന്ന് പകലിൽ നമ്മുടെ നടുവിൽ ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കുന്നത്. അദ്ദേഹം വയനാട് സ്വദേശിയാണെങ്കിലും ചില വർഷങ്ങളായി, ഏകദേശം 10 വർഷത്തോളമായി തിരുവനന്തപുരത്ത് താമസിച്ച് കർത്താവിൻ്റെ വേലയിൽ പ്രയത്നിക്കുന്നു. സാരഫാത്ത് ബൈബിൾ കോളേജ് എന്ന ഒരു ബൈബിൾ കോളേജ് അദ്ദേഹം നടത്തുന്നുണ്ട്. സ്തോത്രം. അതിൻ്റെ വിവരണങ്ങളൊക്കെ കർത്താവിൻ്റെ ദാസൻ അറിയിക്കുന്നതാണ്. വളരെ ശക്തമായ നിലയിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്ന അനുഗ്രഹീതനായ ഒരു പ്രഭാഷകനാണ് ഇന്ന് പകലിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ നമ്മുടെ കടുക്കാമൂട് AG ചർച്ചിലെ ഒരു മെമ്പറും കൂടെയാണ്. അദ്ദേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകലിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ അനുഭവിപ്പാൻ ദൈവം നൽകിയ ഈ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്ന് ദൈവവചന ശുശ്രൂഷയ്ക്കായി വളരെ ആദരപൂർവ്വം കർത്താവിൻ്റെ ദാസനെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കരങ്ങളെ തട്ടി നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. കരവും ശബ്ദവും ഉയർത്തി കർത്താവിൻ്റെ നല്ലൊരു മഹത്വം പറഞ്ഞാട്ടെ. ഒരു പ്രാവശ്യം കൂടി ചേർന്ന് വളരെ മനോഹരമായ നല്ല നിമിഷത്തിനായി കർത്താവിന് സ്തോത്രം പറയുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ 2 ദിവസത്തെ ക്യാമ്പിൽ ഈ 2ാമത്തെ ദിവസം ക്രിസ്തുവിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ നല്ല ഭാഗ്യത്തിനായി കർത്താവിന് സകലമാനവും മഹത്വവും ഇന്ന് പകലിൽ അർപ്പിക്കുകയാണ്. അസംബ്ലീസ് ഓഫ് ഗോഡ് വെള്ളറ സെക്ഷൻ്റെ 2 ദിവസത്തെ ക്യാമ്പിന് കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുൻപ്, ആഴ്ചകൾക്ക് മുൻപ് ഞാൻ ഏറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന സഹോദരതുല്യം കാണുന്ന ഈ സെക്ഷൻ്റെ CAയുടെ സെക്രട്ടറി ആയിരിക്കുന്ന പ്രിയ സുബി എന്നെ വിളിക്കുകയും ഈ മീറ്റിങ്ങിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. യഥാർത്ഥ കർത്താവിന് സ്തോത്രം പറയുന്നു. വളരെ സന്തോഷത്തോടെ ഈ ആലയത്തിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ നല്ല ഭാഗ്യത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം പറയുകയാണ്. ഇവിടെ കടന്നു വന്നപ്പോൾ മുഖപരിചയമുള്ള നിരവധി ദൈവദാസന്മാർ ഈ ആലയത്തിലുള്ളത് ഓർത്ത് കർത്താവിന് സ്തോത്രം പറയുന്നു. പ്രത്യേകിച്ച് ഈ ആലയത്തിൽ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ CP കുഞ്ഞുമോൻ അവർകൾ നിരവധി തവണ അദ്ദേഹത്തിൻ്റെ പേരുകൾ പരാമർശിക്കപ്പെടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ ആത്മാർത്ഥ സഹോദരന്മാർ ഈ ആലയത്തിൽ കടന്നു വരികയും അദ്ദേഹത്തോട് ഒരുമിച്ചായിരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് പകലിൽ കർത്താവിൻ്റെ ദാസനെ കാണുവാൻ ദൈവം അവസരം തന്നതോർത്ത് കർത്താവിന് സ്തോത്രം പറയുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ സെക്ഷൻ്റെ ചുമതല വഹിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസൻ മോഹൻകുമാർ പാസ്റ്ററെ ഓർത്ത് കർത്താവിന് സ്തോത്രം പറയുന്നു. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം ഇന്ന് പകലിൽ ഇവിടെയുണ്ട്. ഞങ്ങളേറെ കാലമായി വളരെ സ്നേഹിതരാണ്. കുറിയാക്കോട് സമാധാനപുരം AG ചർച്ചിൽ വെച്ചാണ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. ഇന്ന് പ്രഭാതത്തിൽ ഇവിടെ ഉണ്ടാകുമെന്നെ അറിയിച്ചെങ്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റ് ശുശ്രൂഷയും മറ്റ് ഭവനത്തിലെ ചില ക്രമീകരണങ്ങൾ കൊണ്ട് കടന്നു വരാൻ കഴിഞ്ഞില്ല. എങ്കിലും കർത്താവിൻ്റെ ദാസനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അധ്യക്ഷപദം അലങ്കരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പ്രവീൺ പാസ്റ്ററെ ഓർത്ത് കർത്താവിന് സ്തോത്രം. വിശേഷിച്ച് വന്ദനമറിയിക്കുകയാണ് കർത്താവിൻ്റെ ദാസനെ. ഈ സെക്ഷൻ്റെ എല്ലാ CAയുടെ കമ്മിറ്റി അംഗങ്ങളെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപയിൽ എല്ലാവരെയും സൂക്ഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന നിരവധി ദൈവദാസന്മാരുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഏറെ സ്നേഹിക്കുന്ന ഒരു സഹോദരൻ എന്ന് കഴിഞ്ഞ നാളുകളിലൊക്കെ ഞങ്ങൾ അഭിമാനത്തോടെ പറഞ്ഞ് ഞങ്ങളുടെ ഒരു വേദവചന വിദ്യാർത്ഥിയും കൂടിയായിരുന്ന കർത്താവിൽ അനുഗ്രഹീതനായ ദൈവദാസൻ സാനോജനെ ഓർത്ത് കർത്താവിന് സ്തോത്രം പറയുന്നു. കഴിഞ്ഞ നാളുകളിലൊക്കെ ഞങ്ങൾ പേരുകൊണ്ടാണ് അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിൻ്റെ മുൻപിൽ പാസ്റ്റർ എന്നുള്ളൊരു പദവും കൂടി ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ അഭിമാനത്തോടെ ഈ വേദി ലഭ്യമായതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം പറയുന്നു. ഒരുമിച്ച് ഇങ്ങനൊരു ശുശ്രൂഷയിൽ
ദൈവം ഒരുക്കി തന്നതോർത്ത് കർത്താവിന് നന്ദി പറയുന്നു. പ്രിയ മകനെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ കനകരാജ്, അദ്ദേഹത്തെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ചില സമയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ അനുഭവിപ്പാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് അവസരം തന്നിട്ടുണ്ട്. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. മറ്റ് പരിചയമുള്ള മുഖങ്ങളുണ്ടെങ്കിലും പേരുകൊണ്ട് പലപ്പോഴും പരിചയമില്ലാതെയായി പോകുന്നു. അതുകൊണ്ട് എല്ലാവരെയും സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കട്ടെ. കടന്നു വന്ന എല്ലാ ദൈവദാസിദാസന്മാർ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ക്രൈസ്തവ അഭിവാദനം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ CIയുടെ ഈ ക്യാമ്പ് വളരെ അനുഗ്രഹീതകരമായി തന്നെ മുൻപോട്ട് പോകുന്നതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രഭാതത്തിൽ ഈ ബൈബിൾ ക്ലാസ്, ഈ സഭയിൽ ഈ CIയുടെ ബൈബിൾ ക്ലാസ് എടുത്ത പ്രിയ കർത്താവിൻ്റെ ദാസരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വളരെ വേഗത്തിൽ തന്നെ തിരുവചനത്തിൻ്റെ പ്രഭാഷണത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇനിയിപ്പോൾ തൽക്കാലം നമുക്ക് ഈ ശബ്ദം കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് ശബ്ദം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ നിന്നാൽ നടക്കുകയില്ല. കാരണം ഞാൻ ഇടയ്ക്ക് പറയും, ഒന്നാമത് എനിക്കൊരു 1000 വാട്ട്സ് ശബ്ദമുണ്ട്. അതിൻ്റെ അകത്ത് ഇതിൻ്റെ 2000 കൂടി വരുമ്പോൾ പിന്നെ അത് 4000 ആവും. പിന്നെ ഇതിൻ്റെ ഫീഡ്ബാക്ക് എല്ലാം കൂടി വരുമ്പം നമുക്ക് താങ്ങാൻ പറ്റാതാകും. അതുകൊണ്ട് ഉള്ള ശബ്ദത്തിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കങ്ങ് മുൻപോട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഇവിടെ പാട്ടൊന്നും 1-2 പാടണമെന്ന് എൻ്റെ മനസ്സിൽ ആഗ്രഹം വന്നു. പക്ഷേ എന്നെക്കാളും വലിയ പാട്ടുകാർ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ആ പാട്ടങ്ങ് സ്വയം അങ്ങ് വിഴുങ്ങി. എങ്കിലും അറിയാതെ നമ്മൾ എന്ത് ചെയ്യും, പാടിപ്പോവും. കരമുയർത്തി കർത്താവിന് നല്ലൊരു മഹത്വം പറഞ്ഞാട്ടെ. തിരുവനന്തപുരംകാരെക്കുറിച്ച് ഓർത്ത് എനിക്ക് അഭിമാനമുണ്ട്. കാരണം ഞാൻ ഇവിടെ ഇരുന്നപ്പോഴും എൻ്റെ നിരവധി വേദികളിലും എൻ്റെ പ്രഭാഷണ വേദികളിലൊക്കെ ഞാൻ നിരവധി പറയുന്നൊരു കാര്യമാണ്. ഒരു ഹല്ലേലൂയ പറയാൻ പറഞ്ഞാൽ അവർ 3 എണ്ണം പറയും. കാരണം പലിശയും പറയും, കൂട്ടുപലിശയും കൂടെ ഉണ്ടാവും. പിന്നെ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, പലിശയും കൂട്ടുപലിശയും ഉണ്ടെങ്കിൽ അതിനൊപ്പം ജീവിച്ചോണം. ഹല്ലേലൂയ മാത്രം പറഞ്ഞ് എന്ത് ചെയ്യരുത്, പോകരുത്. അപ്പോൾ പലിശയും കൂട്ടുപലിശയും ഞങ്ങളുടെ മലബാറിലേക്കൊക്കെയുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ, മലബാറിൽ ഞാൻ പഠിച്ച ബൈബിൾ കോളേജിൽ പഠിച്ചൊരു ദൈവദാസൻ ഇവിടെ ഇരിപ്പുണ്ട്, അസംബ്ലീസ് ഹോളിൻ്റെ. ദേവദാസനോടൊക്കെ ചോദിച്ചാൽ അറിയാം, ഒരു ഹല്ലേലൂയ പറയാൻ പറഞ്ഞാൽ പകുതിയേ പറയത്തുള്ളൂ, അല്ലേ മാത്രമേ കാണത്തുള്ളൂ, കാണത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ഹല്ലേലൂയ മുഴുവനായിട്ട് 3 പ്രാവശ്യം പറയുന്ന ആളുകളുണ്ട്. അവരെ ഓർത്ത് കർത്താവിന് സ്തോത്രം പറയുന്നു. തിരുവനന്തപുരത്തിൻ്റെ മണ്ണിൽ 2003 ഞാൻ പ്രസംഗിക്കാൻ വന്നിട്ടുണ്ട്. നെയ്യാറ്റിങ്കര ചർച്ച് ബോർഡിൻ്റെ ഡിസ്ട്രിക്ട് കൺവെൻഷൻ 2003 ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഇന്ന് മാനന്തവാടി ന്യൂ ഇന്ത്യ ബൈബിൾ കോളേജിൽ പഠിച്ച് ഇറങ്ങിയ സമയത്ത്, ആ സമയത്ത് ഞാനിവിടെ പ്രസംഗിക്കാനായിട്ട് കിടന്നത്. അന്ന് മുതൽ എനിക്ക് തിരുവനന്തപുരത്തിൻ്റെ മണ്ണ് വലിയ അഭിമാനമുള്ളതും ആവേശമുള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് പ്രാർത്ഥനയോടെ നിങ്ങളെ ഈ പ്രഭാഷണത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. വളരെ വേഗത്തിൽ തീമൊന്നുമില്ലാത്തത് കൊണ്ട് ദൈവാത്മാവിൻ്റെ ചിന്തയിൽ തന്ന ഒരു ചെറിയ സന്ദേശം ഇന്ന് പകലിൽ തലമുറകൾക്ക് വേണ്ടി മാത്രം എന്ന് ഞാൻ ഉദ്ഘോഷിക്കുന്നില്ല. എങ്കിലും കടന്നു വന്ന ദൈവജനത്തിന്, ദൈവദാസന്മാർക്കും അനുഗ്രഹമാകട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ എൻ്റെ പ്രഭാഷണത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു. ആവർത്തന പുസ്തകം അതിൻ്റെ 32-ാമത്തെ അധ്യായം 10, 11, 12 വാക്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ സവിസ്തരം ക്ഷണിക്കുന്നു. ആവർത്തന പുസ്തകം 32-ാമത്തെ അധ്യായം അതിൻ്റെ 10, 11, 12 വാക്യങ്ങൾ വേഗത്തിൽ വായിച്ചാട്ടെ. അടുത്തത് കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനത്തിൻ്റെ സന്ദേശമാണ് ഇന്ന് പകലും നമ്മൾ ഒരുമിച്ച് വായിച്ചത്. വേഗത്തിൽ പ്രഭാഷണത്തിലേക്ക് പ്രവേശിക്കുക. ചിന്തകൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവചനത്തിൻ്റെ സന്ദേശം. 66 പുസ്തകങ്ങളിൽ 66 റൂമുകൾ കൊണ്ട് തിരിച്ച് അതിൻ്റെ അകത്ത് നയനമനോഹരമായി വർണ്ണശബളങ്ങളാൽ അലങ്കരിച്ച നിരവധി കാഴ്ചകൾ ഒരുക്കിയ തിരുവചന സന്ദേശത്തിൽ നിന്ന് അടർത്തിയെടുത്ത ഒരു വേദവചന ഭാഗമാണ്. പ്രിയ കനകരാജ് പാസ്റ്ററെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം പറയുന്നു. ഇന്നലെ രാത്രിയിൽ അദ്ദേഹം ഈ ആലയത്തിൻ്റെ അകത്ത് സന്ദേശം കുറിച്ചതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം പറയുകയാണ്. ഞങ്ങൾ കടുക്കാമൂട് അസംബ്ലീസ് ഹോൾ ചർച്ചിൽ ആയിരിക്കുന്ന സമയത്ത് നിരവധി തവണ ദൈവദാസൻ അവിടെ കടന്നു വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ഞാനൊരു പ്രാവശ്യമാണ് കർത്താവിൻ്റെ ദാസൻ്റെ സന്ദേശം കേൾക്കുവാനിടയായത്. സന്ദേശം കഴിഞ്ഞ് മടങ്ങിപ്പോകുന്ന സമയത്ത് എൻ്റെ ഭവനത്തിൽ കടന്നു വന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടാണ് അദ്ദേഹം കടന്നു പോയത് എന്ന് ഞാൻ ഓർക്കുന്നു. ഇന്ന് കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.
സ്തോത്രം. വളരെ അനുഗ്രഹീതപരമായ ഒരു തിരുവചനത്തിൻ്റെ സന്ദേശമാണ് ഇന്ന് പകലിൽ നമ്മൾ വായിച്ചത്. ആരെക്കൊണ്ടും മാറ്റി എഴുതാൻ കഴിയാത്ത, ആർക്കും മായ്ച്ചു കളയാൻ കഴിയാത്ത വളരെ വ്യത്യസ്തമായ ചില ചിന്തകൾ ഈ സന്ദേശത്തിൻ്റെ അകത്ത് നമുക്ക് ഉൾക്കൊണ്ടിട്ടുണ്ട്. വളരെ വേഗത്തിൽ 2 പ്രമേയത്തിലേക്ക് മാത്രം എൻ്റെ സന്ദേശം ഒന്ന് ചുരുക്കിക്കൊണ്ട് ഈ സന്ദേശത്തിലേക്ക് ഞാൻ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുക. എവിടെ നിർത്തുമെന്ന് എനിക്കറിയില്ല, പക്ഷെ നിർത്തുന്നിടത്ത് നമ്മൾ ഒരുമിച്ച് ആത്മാവിൽ ആമേൻ പറയുവാൻ ഞാൻ ഒരുമിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. പുറത്ത് നല്ല മഴ ചില സമയങ്ങളിൽ പെയ്യുന്നുണ്ട്. ദൈവദാസൻ പ്രവീൺ ബാസു പറഞ്ഞ പോലെ മഴ അകത്തല്ല പെയ്യുന്നത്, പുറത്താണ് പെയ്യുന്നത്. പക്ഷേ പലരുടെ ഇരിപ്പ് കണ്ടിട്ട് കർത്താവ് വന്നാലും പോകുകയല്ലെന്നുള്ള ചിന്തയിലൊക്കെ ആയിരിക്കുന്നത്. എനിക്കറിയത്തില്ല, മഴയായതുകൊണ്ടായിരിക്കാം, മുകളിലോട്ട് പൊങ്ങുമ്പോൾ ചിലപ്പോൾ മഴ നനഞ്ഞാലോ എന്നുള്ളൊരു ചിന്തയും കൂടി ചിലർക്കുണ്ട്. പിന്നെ ഈ ഫാൻ വേണേൽ നമുക്കങ്ങ് ഓഫാക്കാം. കുറച്ചും കൂടി ചൂട് വരുമ്പം പലരും എന്ത് ചെയ്യും, അങ്ങ് കണ്ണൊക്കെ അടച്ച് ധ്യാനിച്ചിരിക്കുന്നവരൊക്കെ കണ്ണ് തുറക്കാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് പലരും ഞാൻ ഇവിടെ നിന്ന് നോക്കുമ്പോൾ എനിക്കെല്ലാവരെയും കാണാം, നിങ്ങൾക്ക് എന്നെ മാത്രമേ കാണാവൂ എന്നുള്ള കാര്യം ഓർത്തോണം. അടുത്തിരിക്കുന്നവർ ആരും നിങ്ങൾ കണ്ണടച്ച് ധ്യാനിച്ചിരിക്കുന്നതൊന്നും കാണുന്നില്ല. ഇനി അഥവാ അങ്ങനെ ധ്യാനത്തിൽ ആരെങ്കിലും ഇരിക്കുന്ന കണ്ടാൽ ആ ചൂണ്ടുവിരലിനൊരു കുത്തും കൂടെ കുത്തി അവരെ എഴുന്നേൽപ്പിച്ചാൽ നിങ്ങൾക്കും സ്വർഗത്തിലൊരു പ്രതിഫലമുണ്ട് എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. ഈ സമയങ്ങളിൽ ആരും ഇനി ദയവായി ധ്യാനം എന്ത് ചെയ്യരുത്. ധ്യാനയോഗം എന്നാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ ഇനിയിപ്പോൾ അവർ കണ്ണടയ്ക്കുന്നതിൻ്റെ അകത്ത് അത് സംഘാടകരുടെ കുഴപ്പമോ നമ്മുടെ കുഴപ്പമല്ല. സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ പ്രഭാഷണത്തിലേക്ക് പ്രവേശിക്കാം. ദയവായിട്ടാരും ഈ കാറ്റൊക്കെ അടിച്ച് നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം തിരുവചനത്തിൻ്റെ അകത്തെ വാക്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറഞ്ഞ് വളരെ രക്ഷപ്പെടാൻ കഴിവുള്ളവരാണല്ലോ ദൈവമക്കൾ. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും എന്ന പദം വേണേ മാറ്റി സമാധാനത്തോടെ ഇരുന്ന് ഉറങ്ങും നീയല്ലോ യഹോവേ നിർഭയം. കാരണം ഇതിൻ്റെ അകത്താണല്ലോ സമാധാനം കൂടുതലുള്ളത്. നിങ്ങൾ ഉറങ്ങുന്നത് കൊണ്ട് ഞങ്ങളുടെ സമാധാനം പോവുക. അതുകൊണ്ട് വെറുതെ നിങ്ങൾ കണ്ണടച്ച് ഇപ്പോൾ എന്ത് ചെയ്യേണ്ട, പ്രാർത്ഥിക്കേണ്ട. അതുപോലെ തന്നെ തിരുവചനത്തിൻ്റെ സന്ദേശം ഒരു വാക്യം കൂടി മാത്രമേ വായിക്കത്തുള്ളൂ. വായിക്കാൻ എല്ലാവർക്കും അനുവാദം തന്നതാണ്, പക്ഷേ ഒരാൾ മാത്രമേ എടുത്ത് വേഗത്തിൽ വായിച്ചുള്ളൂ. ആ അമ്മാമ തന്നെയായിരിക്കും അടുത്ത വാക്യവും വീണ്ടും വായിക്കുന്നത്. അതുകൊണ്ട് വേഗത്തിൽ മറ്റാരും ഇനി പുസ്തകമൊന്നും തുറന്ന് വെറുതെ ആ അധ്യായങ്ങളൊന്നും വായിച്ചൊന്നും ഇരിക്കേണ്ട. എനിക്കറിയാം നിങ്ങളതിൻ്റെ അകത്ത് വായിച്ചിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല, നിങ്ങൾക്കൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല. സ്തോത്രം. രാവിലെ മുതൽ 32 വായിക്കും, 31 വായിക്കും, വേണം 30 കൂടി എന്ത് ചെയ്യും, വായിക്കും. എന്നിട്ട് ഒരു പ്രയോജനം ഇല്ല. ധ്യാനത യോഗത്തിന് എന്താണ് പാസ്റ്റർ പ്രസംഗിച്ചതെന്ന് ചോദിച്ചാൽ പോകുന്ന വഴിക്ക് അമ്മാമ്മമാരോടോ അച്ചായമാരോടൊക്കെ ചോദിച്ച് അവരുടെ കുറിപ്പടിക്കകത്ത് നോക്കിയിട്ട് അതിൻ്റെ അകത്ത് നടിച്ചു മാറ്റുന്നവർ ഇതിൻ്റെ അകത്ത് വന്നിട്ടില്ല എന്നൊന്നും ഞാൻ പറയത്തില്ല. അങ്ങനെയുള്ളവരും ഇതിൻ്റെ അകത്തുണ്ട്. സ്തോത്രം. അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ 2 സന്ദേശത്തിലേക്ക്, 2 പ്രമേയത്തിലേക്ക് എൻ്റെ പ്രഭാഷണം ചുരുക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു സന്ദേശമാണ്. തലമുറകൾ വളരെ വ്യക്തമായി ഈ സന്ദേശം കേൾക്കണമെന്ന് ദൈവ നാമത്തിൽ ഓർപ്പിക്കുകയാണ്. കാരണം ഇത് ഒരു CAയുടെ ഒരു പ്രോഗ്രാം ആയതുകൊണ്ട്, ഒരു ക്യാമ്പ് ആയതുകൊണ്ട് ഇതിൻ്റെ അകത്ത് മാതാപിതാക്കൾക്ക് റോളൊന്നുമില്ല എന്നല്ല. ഈ റോളിൻ്റെ അകത്ത് മാതാപിതാക്കൾക്ക് ചില ഉത്തരവാദിത്തങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ സന്ദേശം കേൾക്കപ്പെടേണ്ടത് കുഞ്ഞുങ്ങളായതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആത്മനിറവിൽ ദൈവത്തിൻ്റെ ആത്മാവ് അവരെ ആത്മനിയന്ത്രണത്തിൽ പുറത്തു കൊണ്ടുവരേണ്ടതാണ്. ദൈവാത്മാവ് ഞാനിവിടെ ഇരുന്നപ്പോൾ എന്നോട് സംസാരിച്ചൊരു സന്ദേശം ഇങ്ങനെയാണ്. ആത്മനിയന്ത്രണം പ്രാപിച്ച ഒരു കൂട്ടം തലമുറകൾ ഇതിൻ്റെ അകത്തുനിന്ന് ഈ ക്യാമ്പിൽ പുറത്തു വരണം. എവിടെയൊക്കെ ഒതുങ്ങിയിരുന്നാലും, എവിടെയൊക്കെ അടങ്ങിയിരുന്നാലും കൈയടിക്കാതെ, കണ്ണടയ്ക്കാതെ, തിരുവചനത്തിൻ്റെ സന്ദേശങ്ങൾ ഉൾക്കൊള്ളാതെ, അതിൻ്റെ ഉൾക്കാമ്പുകൾ ഉൾത്തിരിഞ്ഞെടുക്കാതെ, എത്രയൊക്കെ അലസരായിരുന്നാലും ദൈവാത്മാവ് പറയുന്നൊരു സന്ദേശം ഇതാണ്. ഈ ക്യാമ്പിൻ്റെ അകത്ത് മറ്റൊരു ക്യാമ്പല്ല നമ്മുടെ വിഷയം. അടുത്ത മാസവും നമുക്ക് ക്യാമ്പുണ്ട്. ഈ വർഷങ്ങളിലൊക്കെ തുടർമാനമായിട്ട് നിരവധി ക്യാമ്പുകൾ നമുക്ക് നടക്കുന്നുണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നൊരു സന്ദേശം ഇതാണ്. അടുത്ത ഒരു ക്യാമ്പിന് വേണ്ടിയല്ല ദൈവം നിർത്തുന്നത്. ഈ ക്യാമ്പിൻ്റെ അകത്ത് നീ ആത്മനിറവിൽ പുറത്തു വരണം. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? നിരവധി ക്യാമ്പുകളും നിരവധി പ്രവർത്തനങ്ങളും നിരവധി സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ അകത്തൊന്നുമല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഇന്ന് പ്രസന്റ്ലി ഇതിൻ്റെ അകത്ത് നീ വന്നിട്ടുണ്ടെങ്കിൽ ആത്മനിറവിൽ നീ പുറത്തു വരുന്ന, ആത്മാവ് നിയന്ത്രിച്ച് പുറത്തു വരുന്ന, ആത്മമണ്ഡലത്തിലൂടെ പുറത്തു വരുന്ന ഒരു കൂട്ടം തലമുറകൾ ഇതിൻ്റെ അകത്ത് എഴുന്നേൽക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ കരമടിച്ച് അല്പനിമിഷം ദൈവത്തെ ഒന്ന് ആരാധിച്ചാട്ടെ. ഇന്ന് പകലിൽ ആത്മാവ് നിയന്ത്രിക്കുന്ന ഒരു കൂട്ടം തലമുറകൾ എഴുന്നേൽക്കട്ടെ. ആത്മനിറവിൽ ആത്മമണ്ഡലത്തിൽ പുറത്തു വരുന്ന ഒരു കൂട്ടം തലമുറകൾ എഴുന്നേൽക്കട്ടെ. ദൈവാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ മാത്രം സഞ്ചരിക്കുന്ന, ദൈവാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ മാത്രമായിരിക്കുന്ന, ദൈവാത്മാവിൻ്റെ കൺട്രോളിൽ മാത്രമായിരിക്കുന്ന, ലോകത്തിൻ്റെ നിയന്ത്രണമല്ല, ലോകത്തിൻ്റെ മോഹങ്ങളല്ല, ലോകത്തിൻ്റെ ഭാഷങ്ങളല്ല,
ലോകത്തിന്റെ പാപ സ്വഭാവങ്ങളല്ല, മറിച്ച് ദൈവത്തിന്റെ ആത്മാവ് നിയന്ത്രിക്കുന്ന ആത്മനിയന്ത്രണം പ്രാപിച്ച ഒരു കൂട്ടം തലമുറകൾ പുറത്തു വരട്ടെ. തലമുറകൾ കരമടിച്ച് അല്പനിമിഷം യേശുവിനെ സ്തുതിച്ചാട്ടെ. അന്യോന്യം ആരും നോക്കരുത്. അടുത്തിരിക്കുന്നവരെ ശ്രദ്ധിക്കണ്ട, മാതാപിതാക്കളെ ശ്രദ്ധിക്കണ്ട, അഭിഷക്തന്മാരെ ശ്രദ്ധിക്കണ്ട. നിങ്ങൾക്ക് വേണ്ടി ചലിപ്പിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്നിരിക്കുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളുടെ കരം പിടിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ പ്രവൃത്തി, സർവശക്തനായ ദൈവത്തിന്റെ നിയന്ത്രണം ഈ ആലയത്തിന്റെ അകത്ത് വ്യാപരിക്കുന്നുണ്ട്. ഈ സിഎ ക്യാമ്പ് വലിയൊരു അനുഗ്രഹമാകട്ടെ. ഈ സിഎ ക്യാമ്പ് വലിയൊരു ചലനമാകട്ടെ. ആത്മനിയന്ത്രണത്തിൽ പുറത്തു വരുന്ന, ആത്മാവിന്റെ മണ്ഡലത്തിൽ പുറത്തു വരുന്ന ഒരു കൂട്ടം തലമുറകൾ എഴുന്നേൽക്കട്ടെ. കത്തട്ടെ, 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 കത്തട്ടെ. ആത്മനിറവിൽ കത്തട്ടെ, ആത്മനിറവിൽ കത്തട്ടെ, ആത്മനിറവിൽ കത്തട്ടെ, ആത്മനിറവിൽ കത്തട്ടെ. ശക്തിയോടെ, ശക്തിയോടെ തലമുറകളിലേക്ക് ആത്മാവിന്റെ സാന്നിധ്യം വ്യാപരിക്കട്ടെ. തലമുറകൾക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത നിലവാരത്തില് ദൈവാലയത്തിന്റെ അകത്തളത്തിൽ ചലിക്കുന്ന ദൈവ സാന്നിധ്യം വെളിപ്പെടുന്നത് ഏറ്റെടുക്കുന്ന നിലവാരത്തിൽ അഭിഷേകത്തിന്റെ ചലനം തലമുറകളിലേക്ക് വ്യാപരിക്കട്ടെ. അഭിഷേകത്തിന്റെ ചലനം തലമുറകളിലേക്ക് വ്യാപരിക്കട്ടെ. ഈ സിഎ ക്യാമ്പ് മറക്കാൻ കഴിയാത്ത ചില അനുഭവങ്ങൾ, ഈ സിഎ ക്യാമ്പ് മറക്കാൻ കഴിയാത്ത ചില അനുഭവങ്ങൾ തലമുറകൾക്ക് സമ്മാനിക്കട്ടെ. കത്തട്ടെ, കത്തട്ടെ, കത്തട്ടെ. ആത്മാവ് കത്തട്ടെ. അഭിഷേകം വെളിപ്പെടട്ടെ, അഭിഷേകം വെളിപ്പെടട്ടെ. ചില കെട്ടുകൾ അടിഞ്ഞു മാറട്ടെ. തലമുറകളെ ബന്ധിക്കുന്ന, തലമുറകളെ തകർക്കാൻ നോക്കുന്ന, അവരുടെ മുൻപോട്ടുള്ള ഗമനാഗമനങ്ങൾക്ക് തടയിടുന്ന, അവരുടെ ശുശ്രൂഷകൾക്ക് ആത്മമണ്ഡലങ്ങളിൽ അവരെ പുറത്തു കൊണ്ടുവരാതെ അടച്ചിടുന്ന എല്ലാ കെട്ടുകളും, എല്ലാ ബന്ധനങ്ങളും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പൊളിച്ചുകൊണ്ട് ആത്മനിയന്ത്രണം പ്രാപിച്ച ഒരു കൂട്ടം തലമുറകൾ വെള്ളറട സെക്ഷന്റെ അകത്തുനിന്ന് പുറത്തു വരട്ടെ. യേശു തൊടട്ടെ, യേശു തൊടട്ടെ, യേശു തൊടട്ടെ, യേശു തൊടട്ടെ. പരിശുദ്ധാത്മാവ് തൊടട്ടെ, പരിശുദ്ധാത്മാവ് തൊടട്ടെ, പരിശുദ്ധാത്മാവ് തൊടട്ടെ. ചില ശുശ്രൂഷകൾ കൈമാറട്ടെ, ചില ശുശ്രൂഷകൾ കൈമാറട്ടെ. ശുശ്രൂഷ ആരുടെയും കുത്തകയല്ല കുഞ്ഞേ. ഇന്ന് പകലിൽ ആഗ്രഹിക്കുന്ന ഉള്ളത്തെ നിറയ്ക്കാൻ കരുത്തുള്ളവൻ ഇതിന്റെ അകത്ത് വന്നിട്ടുണ്ട്. അവൻ ഇന്ന് പകലിൽ തന്റെ ശുശ്രൂഷ ദൈവജനത്തിന്റെ മേൽ, തലമുറകളുടെ മേൽ കൈമാറുന്നു. ആത്മാവ് വെളിപ്പെടട്ടെ, പരിശുദ്ധാത്മാവ് വെളിപ്പെടട്ടെ. തലമുറകളുടെ മേൽ പരിശുദ്ധാത്മാവ് തീ പോലെ ഇറങ്ങട്ടെ. പുതുഭാഷകളിൽ സംസാരിക്കുന്നവര്, പുതുഭാഷകളിൽ സംസാരിക്കുന്നവര്, പ്രവചിക്കുന്ന തലമുറകൾ,
അഭിഷേകത്തിന്റെ മുഖം ചുമക്കുന്ന തലമുറകൾ, ശുശ്രൂഷ പ്രാപിക്കുന്ന തലമുറകൾ ഈ CA ക്യാമ്പിൽ പുറത്തു വരണം, പുറത്തു വരണം. ഒതുങ്ങിയിരുന്നതും മതി, ഒതുങ്ങിയിരുന്നതും മതി. ഈ CA ക്യാമ്പ് നിനക്ക് പുറത്തു വരാനുള്ളതാ. ഓളി കേൾക്കുന്ന ശൂന്യ പ്രദേശങ്ങളിലും മരുഭൂമിയിലും അവൻ അവരെ ചുറ്റി പരിപാലിച്ചതുപോലെ തലമുറകൾ സഞ്ചരിക്കുന്ന മേഖലകളിൽ അവരെ പരിപാലിക്കുന്ന ഒരു ദൈവത്തിന്റെ പരിപാലനമുണ്ട്. പ്രതിസന്ധികളുടെ നടുവിൽ, തലമുറകളെ വലയ്ക്കുന്ന വല്ലാത്ത പ്രതിസന്ധികളുടെ നടുവിൽ, അവരെ വലയ്ക്കുന്ന പ്രതികൂലത്തിന്റെ നടുവിലും അവരെ പരിപാലിക്കുന്ന ദൈവത്തിന്റെ കരമുണ്ട്. എല്ലാ കണ്ണുകളും അടച്ചേ. പ്ലീസ് ക്ലോസ് യുവർ ഐസ്. എല്ലാ കണ്ണുകളും അടച്ചേ. ഒന്ന് അതരം തുറന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചേ. ഇന്ന് പകലിൽ ഞങ്ങൾ ഒരുമിച്ച് കേൾക്കാൻ പോകുന്ന ഈ സന്ദേശം, ഞങ്ങൾ ഒരുമിച്ച് ശുശ്രൂഷിക്കുന്ന ഈ സന്ദേശം, ഇത് ഞങ്ങൾക്കൊന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ടുള്ളതാണ്. അടങ്ങി ഒതുങ്ങി മൗനത പാലിച്ചിരിക്കുന്ന ചില തലമുറകൾ പുറത്തു വരാൻ, പിടിച്ച് കെട്ടിവെച്ചിരിക്കുന്ന ചിലത് പുറത്തു വരാൻ ഇന്ന് പകലിൽ ഞങ്ങളെ ഒന്ന് ശക്തീകരിക്കണം. വായികളെ തുറന്ന് പ്രാർത്ഥിച്ചേ. വായികളെ തുറന്ന് ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ ലോകക്കാരെല്ലാരും കൈവെടിഞ്ഞിടുമ്പോൾ എല്ലാ കരമുയർത്തിപ്പിടിച്ചേ. ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ ലോകക്കാരെല്ലാരും കൈവേടിഞ്ഞിടുമ്പോൾ സ്വന്തം സഹോദര തള്ളിക്കളയുമ്പോൾ യോസേപ്പിൻ ദൈവമെൻ കൂട്ടാളിയാണേ. സ്വന്തം സഹോദര തള്ളിക്കളയുമ്പോൾ യോസേപ്പിൻ ദൈവമേ കൂട്ടാളിയാണേ. ഇത്ര നല്ലിടയേ ഉത്തമ സ്നേഹിതേ നിത്യനാം രാജാവേ കൂട്ടാളിയാണേ. ഇത്ര നല്ലിടയേ ഉത്തമ സ്നേഹിതേ നിത്യന രാജാവേ കൂട്ടാളി. ഓ എന്തിനി ഭാരങ്ങൾ, എന്തിനി വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടു പാടും. എന്തിനി ഭാരങ്ങൾ, എന്തിനി വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടു പാടും.
സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം ക്രിസ്തീയ ശബ്ദമുയർത്തി തലമുറകളുടെ ശബ്ദമുയരട്ടെ, കുഞ്ഞുങ്ങളുടെ ശബ്ദമുയരട്ടെ. ആനന്ദദായകം കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശുനായകൻ കൂട്ടാളി. ഓ കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശുനായകൻ കൂട്ടാളി. ഓ കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ ഞങ്ങളുടെ പിതാവേ, ഒരുമിച്ച് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് വരികയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ഞങ്ങൾക്ക് സാരമില്ല, ഞങ്ങൾക്ക് ഭാരമില്ല. കാരണം ഞങ്ങളെ പരിപാലിക്കാൻ കരുത്തുള്ളവൻ ഞങ്ങളോട് കൂടെയുണ്ട്. ഞങ്ങളുടെ സകല കഷ്ടങ്ങളെയും ഞങ്ങളുടെ സകല നഷ്ടങ്ങളെയും നികത്താൻ നിറവോടെ ഞങ്ങളോട് കൂടെ നിൽക്കുന്ന നിറഞ്ഞ സാന്നിധ്യമായ അങ്ങുള്ളതോർത്ത് ഞങ്ങൾ സ്തോത്രം പറയുന്നു. ഇന്ന് പകലിൽ ഒരുമിച്ച് വചനത്തെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ തരുന്നു. കർത്താവ് വാഴ്ത്തി അനുഗ്രഹിച്ച് ജനത്തിന് വിളംബരം ചെയ്ത് വിളമ്പിക്കൊടുക്കണം. ദൈവമഹത്വം കൂടെയിരിക്കും. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. കരവും ശബ്ദവും ഉയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരു പ്രാവശ്യം കൂടി ചേർന്ന് ശബ്ദമുയർത്തി കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ പ്രഭാഷണത്തിലേക്ക് പ്രവേശിക്കുന്നു. നമ്മൾ ചിന്തിക്കുന്ന രണ്ട് പ്രമേയം, രണ്ട് സന്ദേശങ്ങളായി നിങ്ങൾക്ക് തരുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ആ വചനത്തിൻ്റെ അകത്ത് തന്നെ 10ാമത്തെ വാക്യത്തിൽ ആദ്യത്തെ സന്ദേശം കിടപ്പുണ്ട്. ആമേൻ. മരുഭൂമിയിലും ഒളി കേൾക്കുന്ന ശൂന്യപ്രദേശങ്ങളിലും അവൻ അവരെ ചുറ്റി പരിപാലിച്ചു. മരുഭൂമിയിലും ഒളി കേൾക്കുന്ന ശൂന്യപ്രദേശങ്ങളിലും അവൻ അവരെ ചുറ്റി പരിപാലിച്ചു. 2 കഴുകൻ തൻ്റെ കൂടനക്കി തൻ്റെ കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ. 3ാമത് പറയുന്നു, യഹോവ അവരെ തനിയെ നടത്തി, അവരോട് കൂടെ അന്യദൈവം ഉണ്ടായിരുന്നില്ല. 2 സന്ദേശം അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്, 3 വാക്യത്തിൻ്റെ അകത്ത്. ഒന്ന്, പരിപാലിക്കുന്ന ദൈവം. 2ാമത്തത് അവസാനത്തെ വാക്യം പറയുന്നു, പരിശീലിപ്പിക്കുന്ന ദൈവം. കരമുയർത്തി നല്ലൊരു ആമേൻ പറഞ്ഞാട്ടെ. എൻ്റെ സകല മേഖലകളിലും സാർവത്രിക ഇടങ്ങളിലും എൻ്റെ കഷ്ടതകളിലും പ്രയാസങ്ങളിലും എന്നെ പരിപാലിക്കുന്ന ഒരു ദൈവം എന്നോട് കൂടെയുണ്ട്. തലമുറകൾ ചേർന്ന് പറയണം, ഞാൻ നടക്കുന്ന വഴിയിൽ, ഞാൻ സഞ്ചരിക്കുന്ന സഞ്ചാരപാതകളിൽ, വഴിത്താരകളിലും അപകടങ്ങൾ പതുങ്ങിയിരിക്കുമ്പോൾ, അപകടങ്ങൾ തുടർപരമ്പരയായി ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും അതിൻ്റെ നടുവിൽ ഞങ്ങളെ പരിപാലിക്കുന്ന സർവശക്തനായ ദൈവമുണ്ട്. മാതാപിതാക്കൾക്കൊരു സന്ദേശം ഞാൻ പറയാം. കഷ്ടതയുടെ നടുവിൽ കൂടി നീ നടന്നാലും ഞാനൊരർത്ഥവും ഭയപ്പെടത്തില്ല. കാരണം അവൻ എന്നോട് കൂടെയുണ്ട്. ഈ കഷ്ടതയുടെ നടുവിൽ എന്നെ പരിശീലിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. എൻ്റെ വേദനയുടെ നടുവിൽ എന്നെ പരിശീലിപ്പിക്കുന്ന ദൈവമുണ്ട്. ആമേൻ. അഭിഷക്തന്മാരോട് ഇന്ന് പകലിൽ ഞാൻ കൈമാറുന്നൊരു സന്ദേശം ഇതാ. നിങ്ങളുടെ ശുശ്രൂഷയ്ക്കകത്ത് നിങ്ങൾ അനുഭവിക്കുന്ന തീച്ചൂളയുടെ സമാനമായ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നു വരുന്നുണ്ട്. ഒരു പക്ഷേ ആർക്കുമില്ലാത്തൊരു കഷ്ടം എനിക്കുണ്ട്, ആർക്കുമില്ലാത്തൊരു വേദന എനിക്കുണ്ട്, ആർക്കുമില്ലാത്തൊരു സങ്കടം എനിക്കുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, അതിൻ്റെ അകത്ത് നിന്നെ ഞാൻ പരിശീലിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു സന്ദേശം പറഞ്ഞ് എൻ്റെ ആമേൻ പ്രമേയത്തിലേക്ക് മടങ്ങി വരികയാണ്. ആർക്കുമില്ലാത്തൊരു സങ്കടം നിങ്ങൾക്കുണ്ട്, ആർക്കുമില്ലാത്തൊരു വേദന നിങ്ങൾക്കുണ്ടെന്ന് അഭിഷക്തന്മാരെ, മാതാപിതാക്കളെ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആധികാരികതയിൽ നിന്ന് ഒരു സന്ദേശം ഞാൻ പറയുന്നു. ആർക്കും കൊടുക്കാത്തൊരു പ്രമോഷൻ ഇന്ന് പകലിൽ ഈ ക്യാമ്പിൻ്റെ അകത്ത് അഭിഷക്തന്മാർക്ക് വേണ്ടി ദൈവം കൈമാറുന്നുണ്ട്. ആർക്കുമില്ലാത്തൊരു സങ്കടം നിനക്കുണ്ടെങ്കിൽ, ആർക്കും കൊടുക്കാത്തൊരു പ്രമോഷൻ നിനക്കുണ്ട്. ഈ ഓൺലൈനിൽ ഞങ്ങളെ ശ്രവിക്കുന്ന നല്ലവരായി ഞങ്ങളുടെ സ്നേഹിതരോട് പറയുന്നു, ആർക്കുമില്ലാത്തൊരു
വേദന നിന്റെ ജീവിതത്തിൽ ഇന്ന് പകൽ നീ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവൻ ആർക്കും കൊടുക്കാത്തൊരു പ്രമോഷൻ ഈ പകലിൽ ഈ CA ക്യാമ്പിന്റെ അകത്തവൻ വിളംബരം ചെയ്യുന്നുണ്ട്. നിന്റെ കഷ്ടത കണ്ട്, നീ അനുഭവിക്കുന്ന വേദന കണ്ട്, ദുഃഖ ദുരിത ദുരന്തപൂർണമായ അവസ്ഥകൾ കണ്ട്, അതിന്റെ അകത്ത് നിനക്ക് വേണ്ടി ഒരു പ്രമോഷൻ ഒരുക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ടെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് കരം തട്ടി ആമേൻ എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുന്നുണ്ട്? തലമുറകളെ, നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ചില പ്രതിസന്ധികളുണ്ടല്ലോ, ആ പ്രതിസന്ധിക്കകത്ത് ഒരു പ്രമോഷൻ ഒരുക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഹല്ലേലൂയ. പരിപാലിക്കുന്ന ദൈവവും പരിശീലിപ്പിക്കുന്ന ദൈവവും. ദൈവത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഈ ദൈവം ആമേൻ നമ്മുടെ സകല മേഖലകളിലും, ആ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പദം അങ്ങ് പറഞ്ഞ വചനത്തിലേക്ക് മടങ്ങി വരാം, ശൂന്യതകളിലും ശൂന്യമായ പ്രദേശങ്ങളിലും മരുഭൂമിയുടെ സമാനമായ അനുഭവങ്ങൾക്ക് ആമേൻ കൈവിട്ടേച്ച് മാറി നിന്ന് കൈയടിക്കുന്നതോ കൈകെട്ടി നിൽക്കുന്ന ദൈവമല്ല, മറിച്ച് നിന്നെ വിളിച്ചിറക്കിയിട്ടുണ്ടെങ്കിൽ, അവൻ്റെ കരം നിന്റെ കരത്തിൽ ചലിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് പകലിൽ അഭിമാന പുരസ്കരം ഞാൻ പറയുന്നു, ആവേശത്തിൻ്റെ നിറവിൽ ആമേൻ പറഞ്ഞ് ഞാൻ പറയുന്നു, അവൻ നിന്നെ വഴിയിലിട്ടേച്ച് പോകത്തില്ല. ശിഷ്യവൃന്ദങ്ങളോട് പറഞ്ഞ ഒരു പദം ഇങ്ങനെയാ, ശിഷ്യന്മാരെ, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി എൻ്റെ സാക്ഷികളാകണം. I will with you every time. I will with you always. ഞാൻ എല്ലാ നാളും എല്ലാ സമയത്തും നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങളുടെ കഷ്ടം വരുന്ന സമയത്ത് നിങ്ങളെ ഇട്ടേച്ചു പോകുന്നവനല്ല. നിങ്ങളുടെ വേദന വരുന്ന സമയത്ത് നിങ്ങളെ മറന്നു പോകുന്നവനല്ല. നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നതിന് മുൻപേ, നിന്റെ കണ്ണ് നിറയുന്നതിന് മുൻപേ, നിന്റെ വ്യാകുലതകളും ആകുലതകളും നിന്റെ കുടുംബത്തിൽ അലയടിക്കുന്നതിന് മുൻപേ നിന്നോട് കൂടെയുള്ളവനാണ് ഞാൻ. അത് സകലതും അറിയുന്നവനാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഞാൻ പരിപാലിക്കുന്ന ദൈവമത്രേ. Thank you, Jesus. എന്നിലും അനുഗ്രഹിതരായ പ്രഭാഷകരതിൻ്റെ അകത്തിരിപ്പുണ്ട്. അവരെ ബഹുമാനിച്ചുകൊണ്ട് ഞാൻ പറയാം, സന്ദേശം നിങ്ങളൊന്ന് വായിക്കണം. മരുഭൂമിയുടെ തീച്ചൂളയുടെ ചൂടേറിയ അനുഭവം, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കനകരാജ് ഭാഷ, മുകളിൽ നിന്നടിക്കുന്നതും ചൂട്, താഴെ മണലിലും ചൂട്. തളർന്നു പോകാൻ വേറെ എവിടെയും പോകണ്ട. വല്ലാത്തൊരു അനുഭവം. നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഒറ്റ വാക്കിൽ ഈ സന്ദേശം ഒന്ന് ചുരുക്കിയാൽ 4 വശത്തു നിന്നും ചൂട്. ഒരു തരത്തിലും മുൻപോട്ട് പോകാൻ കഴിയാത്ത വല്ലാത്തൊരു പ്രതീതി. ആരെ കൊണ്ടും നമ്മളെ രക്ഷിക്കാൻ കഴിയാത്തൊരു സാഹചര്യം. ശുശ്രൂഷയ്ക്കകത്ത് കാലാകാലങ്ങളായി വന്നു ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസന്മാർ അനുഭവിക്കുന്ന പ്രതിസന്ധിക്കകത്ത് നിന്ന് ആരും രക്ഷിക്കാനില്ലാതെ വരുമ്പോൾ വചനം പറയുന്നു, അവൻ അവരെ ചുറ്റിപ്പരിപാലിച്ചു. എത്ര പേർക്ക് ഈ CA ക്യാമ്പിൽ ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞു നിന്നുകൊണ്ട് അതേ സാക്ഷ്യത്തോടെ ഞാൻ നിങ്ങളോട് കൈമാറുകയാണ്. നിങ്ങളെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. നിങ്ങളുടെ വേദനകൾ കണ്ട് മാറാതെ നിങ്ങളെ ചുറ്റി പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരു സന്ദേശം എൻ്റെ മനസ്സിൻ്റെ അകത്തേക്ക് കടന്നു വരുന്നത് പറഞ്ഞങ്ങ് മാറുക. ആമേൻ. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഒരു വാക്യമുണ്ട്, വായിക്കേണ്ട, ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. ആമേൻ. ആട്ടിടയന്മാർ വെളിമ്പ്രദേശത്ത് ആടുകളെ കാത്തുകൊണ്ട് കിടക്കുമ്പോൾ അവിടെ ഒരു വചനം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ അവരുടെ അരികെ നിന്നു. നല്ലൊരു ആമേൻ പറഞ്ഞേ. പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ അവരുടെ അരികെ നിന്നു. കർത്താവിൻ്റെ ദൂതൻ വരും പോകും, വരും പോകും. ഇത് ദൂതന്മാരുടെ പ്രത്യേകതയാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ, അടുത്ത വചനം രേഖപ്പെടുത്തിയത് ഈ വചനവുമായി ഞാൻ കോർത്തിണക്കുകയാണ്. അടുത്തത് എഴുതിയിരിക്കുന്നു, കർത്താവിൻ്റെ തേജസ് അവരെ ചുറ്റി മിന്നിയിരിക്കുകയാണ്. പ്രതിസന്ധിക്കകത്ത് തലമുറകൾ
തലമുറകളെ ചുറ്റുമിന്നുന്ന, പ്രതികൂലത്തിന്റെ അകത്ത് തലമുറകളെ ചുറ്റുമിന്നുന്ന ഈ വെള്ളറട സെക്ഷന്റെ അകത്തുള്ള തലമുറകളോട് ഞാൻ പറയുന്നു, നിങ്ങളെ ചുറ്റുമിന്നുന്ന ഒരു ദൈവത്തിന്റെ തേജസ്സുണ്ട്. നിങ്ങളെ ചുറ്റി പരിപാലിക്കുന്ന ഒരു ദൈവത്തിന്റെ തേജസ്സുണ്ട്. ഒരുപക്ഷെ ആർക്കും കാണുവാൻ കഴിയത്തില്ല കേട്ടോ, ഒരുപക്ഷെ ആർക്കും അറിയുവാൻ കഴിയത്തില്ല കേട്ടോ, ഒരുപക്ഷെ കാണുന്നവർക്ക് അസ്വസ്ഥത ഉളവാക്കാം. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി മാത്രം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് നിങ്ങളെ ചുറ്റി പരിപാലിക്കുന്ന ഒരു സർവശക്തനായ ദൈവത്തിന്റെ ഒരു പരിപാലനമുണ്ട്. അതിനെ തടുക്കുവാൻ ഉലകത്തിൽ അവതരിച്ചിരിക്കുന്ന ഒരു കഴിയത്തില്ല. നിങ്ങളുടെ മേൽ വ്യാപരിച്ചിരിക്കുന്ന അഭിഷേകത്തെ തകർത്തു കളയുവാൻ ഉലകത്തിൽ അവതരിച്ചിരിക്കുന്ന ഒരു പ്രതിസന്ധിക്കും കഴിയത്തില്ല. കാരണം അത് സ്വർഗത്തിലെ ദൈവത്തിന്റെ ശക്തിയത്രേ. Oh, thank you, Lord. ഒന്നാമത് പറഞ്ഞിരിക്കുന്ന പരിപാലിക്കുന്ന ദൈവം. ദൈവദാസനാവചനത്തിലേക്ക് അങ്ങ് പ്രവേശിക്കാം. സമയം നമ്മുടെ മുൻപിലില്ലാത്തത് കണ്ട അമേൻ. എന്തായാലും ഉച്ചയ്ക്ക് ഊണുണ്ട്. അതിന് മുമ്പ് ചെറിയൊരു ഒരു മധുരപലകാരം നമുക്ക് വിളമ്പണ്ടേ? അപ്പോൾ ഒരു ചെറിയ മധുരപലകാരം നമുക്ക് കഴിച്ചിട്ട് ഊണിലേക്ക് എന്ത് ചെയ്യാം? 1:30 ഞാൻ എന്ത് ചെയ്യും? എൻ്റെ പ്രഭാഷണം അവസാനിക്കും 1:30 മുമ്പ്. 1:30 എന്ന് പറഞ്ഞപ്പോൾ തന്നെ കണ്ണ് 100-ന്റെ ബൾബ് പോലെ തെളിഞ്ഞു. ചിലരെയൊക്കെ വിളിച്ചാൽ 1:30 കഴിഞ്ഞാലും എന്ത് ചെയ്യത്തില്ല, നിർത്തത്തില്ല. അത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു അങ്ങനെ പേടിക്കൊന്നും വേണ്ട. കൃത്യസമയത്ത് ഞാൻ എന്ത് ചെയ്യും? നിർത്തും, പ്രാർത്ഥനയോടെ. ഒന്നാമത്തെ സന്ദേശം എന്ന് പറയുന്നത് പരിപാലിക്കുന്ന ദൈവം. അതിന് ഉപോത്ഫലകമായി ഒരു വചനം കൂടി വായിക്കാൻ വേണ്ടി ആഗ്രഹിക്കാം. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ വിധങ്ങളെക്കുറിച്ച് വേഗത്തിലൊന്ന് നമുക്ക് ചിന്തിക്കാം. മതി. വളരെ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനത്തിൻ്റെ സന്ദേശമാണ്. ഒന്ന്, നമ്മുടെ ചിന്ത എന്താണ്? പരിപാലിക്കുന്ന ദൈവം. മക്കളൊക്കെ എൻ്റെ കൂടെ ഉണ്ടല്ലോ, എല്ലാവരും ഉണ്ടല്ലോ അല്ലേ? സൺഡേ സ്കൂൾ പഠിപ്പിച്ച് ഞാൻ മുന്നോട്ട് പോകും, ശ്രദ്ധിച്ചോണം. ഒന്നാമത്തെ നമ്മുടെ ചിന്ത എന്താണ്? പരിപാലിക്കുന്ന ദൈവം. വിട്ടുപിടിക്കരുത്, കറക്റ്റ് പിടിച്ചിരുന്നോണം. അത് അവസാനം ഞാൻ ചോദിക്കും. ഇതിൻ്റെ അകത്ത് ചോദ്യം ചോദിച്ചേ പോകത്തുള്ളൂ. കനകരാജ് വടിയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എന്നോട് വിളിച്ചപ്പോഴേ പറഞ്ഞിട്ടുണ്ട് വടി ഞാൻ കൊണ്ടുവന്നിട്ടാണ്. കരമേർത്ത് നല്ലൊരു ആമയും പറഞ്ഞാട്ടെ. വടിയുടെ കാര്യം പറഞ്ഞപ്പോൾ മാത്രം ആമയും പോയ പോക്കുണ്ട്. അപ്പോൾ ഒന്നാമത്തെ നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് പരിപാലിക്കുന്ന ദൈവം. എന്താ പരിപാലനമെന്ന് നമ്മൾക്കൊക്കെ അറിയാവുന്നത്. ഞാൻ എൻ്റെ ഈ പ്രഭാഷണം ഒന്ന് അവസാനിപ്പിച്ച് കുഞ്ഞുങ്ങളുടെ കരത്തിലാണെങ്കിലും മാതാപിതാക്കളുടെ കയ്യിലാണെങ്കിലും മൈക്കൊന്ന് കൊടുത്തിട്ട് ദൈവത്തിൻ്റെ പരിപാലനത്തെക്കുറിച്ച് നിങ്ങളൊന്ന് സാക്ഷ്യം പറയാൻ നിങ്ങളോട് ഞാനൊന്ന് ആവശ്യപ്പെട്ടാൽ ഈ CA ക്യാമ്പ് ചിലപ്പോൾ അടുത്ത മാസം വരെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? തുടർമാനമായിട്ട് കൊണ്ടുപോകേണ്ടി വരും. ഇല്ല, 1 വർഷം നടത്തിയാലും എൻ്റെ പൊന്നു സനോജ് നമുക്ക് ഈ ദൈവിക പരിപാലനത്തെക്കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയത്തില്ല. ഒരാൾക്ക് തന്നെ ചിലപ്പോൾ ഒരാഴ്ചയിലധികം സാക്ഷ്യം പറയേണ്ടി വരും. നമുക്ക് തന്നെ ഞായറാഴ്ച 2 മിനിറ്റത്തെ സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കർത്താവ് എനിക്ക് നല്ലവനും വല്ലവനും വിശ്വസ്തനുമായിരുന്നു. പിന്നെ കർത്താവിന് മോശക്കാരനായിട്ടിരിക്കാൻ പറ്റത്തൊന്നുമില്ലല്ലോ. കർത്താവിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് നല്ലവനും വല്ലവനും എന്നുള്ളതാണ്. കർത്താവ് നല്ലവൻ തന്നെയാണ്, ശ്രേഷ്ഠഹിടയനാണ്. പിന്നെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് വേണ്ട ദൈവത്തിന് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ. ഇങ്ങനെയുള്ള സാക്ഷ്യമൊക്കെ ആയിട്ട് എന്നിട്ടും നമുക്ക് എന്ത് ചെയ്യുന്നില്ല? സമയം കിട്ടുന്നില്ല. പിന്നെ പരിപാലിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള ഒരു സാക്ഷ്യം നിങ്ങളോട് പറയാൻ പറഞ്ഞാൽ കനകരാജ് പാസ്റ്റർ നമുക്ക് സമയം തീരുവോ? തീരത്തില്ല. അത്രയും അധികം ശുശ്രൂഷയിൽ ഇറങ്ങിയ കർത്താവിനെ അറിഞ്ഞ നമ്മൾ അനുഭവിച്ച പ്രതിസന്ധി ഉണ്ടല്ലോ. ആ പ്രതിസന്ധിക്കകത്ത് ദൈവത്തിൻ്റെ പരിപാലനം എത്രയുണ്ടായിരുന്നു, അതിൻ്റെ വില എത്രയായിരുന്നു, അതിൻ്റെ കാഠിന്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഇന്ന് പകൽ അഭിമാനത്തോടെ ഞാൻ പറയുന്നു, നിറകണ്ണുകളോടെ അല്ലാതെ ആ സാക്ഷ്യം നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയത്തില്ല കേട്ടോ. ഒറ്റ വാക്ക് പറയാം, എൻ്റെ ആയുസ്സിനെ പരിപാലിച്ചതാ, അവൻ എൻ്റെ ആരോഗ്യത്തെ പരിപാലിച്ചതാ, മരണത്തിൽ നിന്ന് എൻ്റെ പ്രാണനെ അവൻ പരിപാലിച്ചതാ. എത്ര കഷ്ടനഷ്ടങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നതാണെന്നറിയാമോ? പക്ഷേ അതിൻ്റെ നടുവിലും അവൻ ശ്രേഷ്ഠകരമായി അവൻ എന്നെ പരിപാലിച്ചതാ. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും 2021 മരണകരമായ അനുഭവത്തിൽ കൂടി കടന്നുപോയി പാതി തളർന്നുപോയ ശരീരവുമായി എൻ്റെ കൊച്ചിൻ്റെ വീടിൻ്റെ
അകത്ത് ഞാൻ കിടക്കുന്ന സമയത്ത് ആമേൻ പലപ്പോഴും പലരും പറഞ്ഞു, ആയുസ് ഇവിടം കൊണ്ട് ഒതുങ്ങും, ആയുസ് ഇവിടം കൊണ്ട് അവസാനിക്കും, ഇനിയൊരു ജീവിതമില്ല കേട്ടോ. ആമേൻ പ്രായമെത്താത്ത തലമുറകളെ കണ്ടുകൊണ്ട് ആളുകൾ പറഞ്ഞ പദമുണ്ടെന്ന്. എന്താണെന്നറിയാമോ? ചെറുപ്രായത്തിൽ തന്നെ അപ്പനില്ലാതെ ജീവിക്കേണ്ടുന്ന ഗതികേടി തലമുറകൾക്കുണ്ടാകുമെന്ന്. ആമേൻ സ്തോത്രം. അധികം പ്രായമില്ലാത്തതിൻ്റെ ഭാര്യയെ കണ്ടിട്ട് പറഞ്ഞു, ചെറുപ്രായത്തിൽ തന്നെ വിധവയാകേണ്ടുന്ന സാഹചര്യം ഉളവാകുമെന്ന്. പക്ഷെ പരിപാലകന്റെ കരം നിന്നോട് കൂടെയുണ്ടെങ്കിൽ, വാഗ്ദത്തത്തിന്റെ വചനം നിന്നോട് കൂടെയുണ്ടെങ്കിൽ, കുഞ്ഞേ, നിന്റെ ആയുസ്സിനെ പരിപാലിക്കാൻ, നിന്റെ ആരോഗ്യത്തെ പരിപാലിക്കാൻ കരുത്തുള്ളവന്റെ പ്രവൃത്തി, കരുത്തുള്ളവന്റെ ചലനം ഇന്ന് പകലിലും ഈ ആലയത്തിന്റെ അകത്ത് ദൈവമക്കളുടെ ഇടയിൽ അത് വ്യാപരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ കരമടിച്ച് യേശുവിന് നന്ദി പറയണമെന്ന്. എൻ്റെ ആരോഗ്യത്തെ പരിപാലിക്കാൻ ഉലകത്തിൽ അവതരിച്ചിരിക്കുന്ന ഒരേ ഒരു അവതാരമുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന നസ്രയനായ യേശു ക്രിസ്തുവത്രേ. അഭിമാനത്തോടെ നമ്മൾ വിളിച്ചു പറയണം, ആകാശത്തിന്റെ കീഴിൽ ഭൂമിയുടെ മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു പരിപാലകന്റെ പേരില്ല, അതെന്റെ യേശുവിന്റെ പേരല്ലാതെ. കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആ പരിപാലകന്റെ അനുഭവങ്ങൾ അനുഭവിച്ച നിരവധി അഭിഷിക്തന്മാർ ഇതിൻ്റെ അകത്തുണ്ടെന്ന്, നിരവധി ദൈവമക്കൾ ഇതിൻ്റെ അകത്തുണ്ടെന്ന്. മരണത്തോടും മല്ലിട്ട് ആശുപത്രിക്കകത്ത് നിന്ന് മോർച്ചറിയുടെ വാതിൽ തുറന്ന് സെക്യൂരിറ്റിക്കാരൻ നിങ്ങളുടെയും എൻ്റെയും ശരീരം തണുത്തുറഞ്ഞ ഐസ് പെട്ടിക്കകത്ത് വെക്കാൻ കൊതിയോടെ കാത്തു നിന്നപ്പോൾ പിശാച് വിളംബരം ചെയ്ത് ചുറ്റികയും ആണിയും എടുത്ത് ശവപ്പെട്ടി കാണിയടിക്കാൻ ആമേൻ അവൻ കാത്തു നിന്നപ്പോൾ 6 അടി മണ്ണ് കുത്തി 6 അടി മണ്ണിൽ നീറിയൊടുങ്ങുവാൻ നിന്റെ മൃതശരീരം അതിൻ്റെ അകത്ത് കൊണ്ടുവെക്കാൻ പലരും കാത്തു നിന്നപ്പോൾ, വെള്ളപുത ചാന്ത്യചുംബനം നൽകാൻ കാത്തുകെട്ടി നിന്ന നിരവധി മാതാപിതാക്കളും ബന്ധുമിത്രാദികളും നിന്റെ ചുറ്റുമുണ്ടായിരുന്നപ്പോൾ പിതാക്കന്മാരോട് പറഞ്ഞ വാഗ്ദത്തമുണ്ടല്ലോ, അതും 4-ാം തലമുറ കഴിഞ്ഞിട്ടും ഇസ്രായേൽ ജനം മിസ്രൈം ദേശത്തിന്റെ അടിമത്തത്തിൽ ചെന്നിട്ടും ദൈവം മറന്നിട്ടില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവചനാത്മാവിൽ വിളിച്ചു പറയുന്നു, കുഞ്ഞേ, നിന്റെ തലമുറകളോടുള്ള വാഗ്ദത്തം നിവർത്തീകരിക്കപ്പെടാതെ നിനക്കൊരു മടക്കമില്ല. ശക്തിയോടെ ഇന്ന് പകൽ ദൈവത്തിന് സ്തോത്രം പറ. നിങ്ങൾ അവൻ പരിപാലിക്കുന്ന ദൈവമത്രേ. അവനെ പോലെ പരിപാലകൻ ഉലകത്തിൽ വേറെ ഇല്ലേ ഇല്ല. പ്രവീൺ പാസ്റ്റർ, നമുക്ക് എന്ത് സാക്ഷ്യം പറയാനുണ്ടെന്നറിയാമോ? സ്തോത്രം. ഈ മൈക്ക് ഞാൻ അങ്ങോട്ട് നിന്ന് എനിക്ക് സമയം തരികയില്ലെന്ന് എനിക്കറിയാം. അത്രയധികം ദൈവം പരിപാലിച്ചിട്ടുണ്ട്. കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ ഒരു തുള്ളി കണ്ണുനീര് താഴെ വീഴാതെ അവൻ എത്രയോ തവണ നമ്മളെ പരിപാലിച്ചിട്ടുണ്ടെന്നറിയാമോ? ഒറ്റ വാക്ക് പറഞ്ഞാൽ പെട്ടിക്കകത്ത് കയറ്റി ആമേൻ അടച്ചു വെക്കാൻ എത്രയോ തവണ ഈ ശരീരത്തേക്ക് മരണത്തിൻ്റെ തണുത്തുറഞ്ഞ കരാളകസ്തങ്ങൾ വെമ്പൽ കൊണ്ട് കൊതിയോടെ കടന്നു വന്നതാണെന്നറിയാമോ? പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ പറയുന്നു, പല്ലിളിച്ച് കുലുങ്ങിച്ചിരിക്കുന്ന സകല കുടിയിരിപ്പിൻ്റെ കെട്ടുകളെയും പൊളിച്ചുകൊണ്ട് ദൈവസഭകൾക്ക് പരിപാലനം നൽകുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തി ഈ വെള്ളറട സെക്ഷന്റെ അകത്തുള്ള അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിന്റെ അകത്ത് വെളിപ്പെട്ടു വരട്ടെ. അത് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇതിന്റെ അകത്തുണ്ട് ഇന്ന് പകലിൽ അവരെ ഓർത്ത് കർത്താവിന് സ്തോത്രം പറയുകയാണ്. വളരെ വ്യത്യസ്തമായ 2-3 ചിന്തകളുണ്ട് അതിൻ്റെ അകത്ത്. നമ്മൾ ആരാഞ്ഞറിഞ്ഞ് തിരഞ്ഞെടുത്ത് ചിന്തിക്കേണ്ടത് ചില ഭാഗങ്ങൾ. നമ്മൾ വായിച്ച വേദഭാഗം 1:17 പുറപ്പാട്. ഇവിടെ പറഞ്ഞിരിക്കുന്ന സൂതികർമ്മിണികളോ ദൈവത്തെ ഭയപ്പെട്ടു. അപ്പോൾ ദൈവത്തെ ഭയപ്പെട്ട ഒരു തലമുറയും ദൈവത്തെ ഭയപ്പെട്ട ഒരു കൂട്ടം ആളുകളെയും പറ്റി അവിടെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ഹലോ, എന്നെ ശ്രദ്ധിക്കണേ. ഇപ്പോഴത്തെ മാതാപിതാക്കളോട് ചോദിക്കണം, കുഞ്ഞുങ്ങൾക്ക് ലെവലേശം ഭയം മാതാപിതാക്കളോട്. പല മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങളെ ഭയമാണ്, ഉണ്ടെന്നില്ലല്ലോ. പല മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങളെ ഭയമാണ്. കുഞ്ഞുങ്ങൾ ഇതിൽ പണ്ടൊക്കെ അപ്പൻ ഇതിലേക്ക് മുൻവാതിലിൽ കൂടി വരുമ്പോൾ കുഞ്ഞുങ്ങളും അമ്മയും കൂടി പിൻവാതിലിൽ കൂടി ഇറങ്ങിയിട്ട് അപ്പുറത്ത് പോയി മറഞ്ഞു നിൽക്കുമായിരുന്നു. ഇപ്പം ചില കുഞ്ഞുങ്ങൾ വരുന്ന കണ്ട് അപ്പനും അമ്മയും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും. നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ.
ചില കുഞ്ഞുങ്ങൾ കയറി വരുന്ന കഴിഞ്ഞാൽ അപ്പനും അമ്മയും എന്ത് ചെയ്യും? ഇനി തലമുറകളൊക്കെ ഒന്ന് വളർന്ന് അവരോളം പ്രാപ്തിയൊക്കെ ആയി കഴിയുമ്പോൾ പിന്നെ മാതാപിതാക്കൾക്ക് പണ്ടൊക്കെ പേടിയൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു പേടി വന്ന് എന്നാണെന്നറിയാമോ? സ്തോത്രം. വീട് പോകുന്നതൊന്നുമല്ല. ആമേൻ. അടുത്തുള്ള വൃദ്ധസദനത്തിൽ അന്വേഷിച്ച് നടക്കുക മകൻ എവിടെ കൊണ്ടാക്കണമെന്ന്. അതുകൊണ്ട് അപ്പനും അമ്മയും വീട്ടിൽ പേടിച്ചിരിക്കുക. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. രക്തത്താൽ ജയമെടുക്കുകയാണ്. തലമുറകളോട് പറയാം, കുഞ്ഞെ, ദൈവത്തെ ഭയപ്പെട്ട് തന്നെ ജീവിക്കണം. ദൈവത്തിന് കീഴ്പ്പെട്ട്. ഞാൻ ഇന്ന് ഈ പകലിൽ ഇങ്ങോട്ട് ആമേൻ നല്ല മഴയായിരുന്നു പാസ്റ്റർ. ഞാനിങ്ങനെ വരുന്ന ദിവസം എനിക്കൊരു വിവാഹ ശുശ്രൂഷയുണ്ട്. അപ്പം ഞാനിങ്ങനെ വണ്ടിയെ വരുമ്പോൾ കൂടുതലും സന്ദേശങ്ങളിങ്ങനെ അയവിറക്കിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് ദൈവാത്മാവ് എനിക്ക് തന്നൊരു ചിന്തയാണ്. 3 ചിന്ത. 1, കുടുംബജീവിതത്തിൻ്റെ പ്രാധാന്യത എന്ന് പറയുന്നത് ആമേൻ 1 കീഴ്പ്പെട്ട് ജീവിക്കുക എന്നുള്ളതാണ്. 2 അനുസരണയോടെ ജീവിക്കുക എന്നുള്ള. 3 അനുകരിക്കാതിരിക്കുക. എൻ്റെ കുടുംബജീവിതം നിങ്ങൾ അനുകരിക്കരുതെന്ന്. ആമേൻ. നിങ്ങളുടെ കുടുംബജീവിതം ഞാൻ അനുകരിക്കരുതെന്ന്. ആരുടെയും കുടുംബജീവിതത്തെ അനുകരിച്ച് ജീവിക്കാനല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. ദൈവത്തെ അനുകരിച്ച് ജീവിക്കണം. കരമുയർത്തി ആമേൻ പറ. ഈ വചനത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ഞാൻ പറയുന്നു, പരിപാലിക്കുന്ന ദൈവത്തെ ഭയപ്പെട്ട് തന്നെ ജീവിക്കണമെന്ന്. പരിപാലകനായ ദൈവത്തെ ഭയപ്പെട്ട് തന്നെ തലമുറകൾ വളരണമെന്ന്. ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്ന തലമുറകൾക്ക് മാതാപിതാക്കളോട് ഭയമുണ്ടാകുമെന്ന്. അവരെ കീഴ്പ്പെട്ട് തന്നെ ജീവിക്കുമെന്ന്. ഏതൊക്കെ പ്രതിസന്ധികൾ നിന്റെ ജീവിതത്തിൽ കടന്നു വന്നാലും ദൈവത്തെ ഭയപ്പെട്ട് മാതാപിതാക്കളെ ഭയപ്പെട്ട് ജീവിക്കുന്ന തലമുറകളാണെങ്കിൽ നിങ്ങളെ മാനിക്കുന്ന ഒരു സ്വർഗമുണ്ടെന്ന്. ഏതൊക്കെ ഫറവോന്റെ കിങ്കരന്മാർ നിന്റെ കുടുംബത്തിന്റെ മുൻപിലൂടെ ബൂട്ടിട്ട കാലുമായി പാഞ്ഞെടുത്താലും അവരുടെ നടുവിൽ നിന്ന് നിന്റെ തലമുറയെ പരിപാലിച്ച് ഒരു നൈൽ നദിക്ക് പോലും വിട്ടുകൊടുക്കാതെ, ഒരു സൂതികർമ്മിണികൾക്ക് പോലും വിട്ടുകൊടുക്കാതെ ആയുസ്സിനെ പരിപാലിക്കാൻ കരുത്തോടെ നിന്റെ കൂടെ നിൽക്കുന്ന ഒരു സർവശക്തനായ ദൈവത്തിന്റെ പരിപാലനമുണ്ട്. രക്തത്താൽ ജയമെടുക്കുകയാണ്. സ്തോത്രം. ആമേൻ. ഈ വേദഭാഗം വളരെ ആമേൻ സമയമെടുത്ത് നമ്മൾ വിചിന്തനം ചെയ്യേണ്ട ഒരു ഭാഗമാണ്. കാരണം അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ നമ്മൾ ചിന്തിക്കണം. പക്ഷേ അതിൻ്റെ ചില വാക്യങ്ങൾ കടന്ന് നമ്മൾ ഇങ്ങോട്ട് വായിക്കുമ്പോൾ ആമേൻ ഇസ്രായേൽ ജനം ഈജിപ്തിൻ്റെ മണ്ണിൽ ആമേൻ പ്രവാസികളായി അവരവിടെ കിടക്കുന്ന ഒരു ഭാഗമാണ്, താമസിക്കുന്ന ഒരു ഭാഗമാണ്. വല്ലാത്തൊരു ദുരന്തമാണ്. മനസ്സിലാകുന്നുണ്ടോ? പ്രവാസത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത് അത്ര നല്ല അനുഭവമൊന്നുമല്ല, അത്ര നല്ല സുഖകരമായ ഒരു അവസ്ഥയൊന്നുമല്ല. ആമേൻ നിരവധി പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വേദനകളും നിരാശകളും കഷ്ടതകളും ദുരിതങ്ങളും ദുഃഖങ്ങളും ദുരന്തങ്ങളും അവരുടെ ജീവിതത്തിൻ്റെ അകത്തളത്തിൽ ഓരോ സെക്കൻഡിലും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആമേൻ. മണിക്കൂറുകളുടെ വ്യത്യാസത്തിലല്ല അവരുടെ ജീവിതത്തിൽ കഷ്ടതകൾ വരുന്നത്. അടിക്കടി സെക്കൻഡ് ബൈ സെക്കൻഡ് ആയിട്ട് ആമേൻ ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ മിസ്രൈം ദേശത്ത് ഈജിപ്തിൻ്റെ മണ്ണിൽ വല്ലാത്ത കഷ്ടങ്ങളും ദുരിതങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വേദനകളുടെ പുലമ്പുന്ന വാക്കുകളല്ലാതെ അവരുടെ ജീവിതത്തിൻ്റെ അകത്ത് നല്ലൊരു സന്ദേശം പറയാനില്ല. ആമേൻ. ഇന്നലകളിലെ സാക്ഷ്യങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ കണ്ണുനീരും കരച്ചിലും മാത്രമേ ഉള്ളൂ ഇസ്രായേൽ ത്തിലുള്ളത്. ചെറിയൊരു അനുസരണക്കേട് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതുകൊണ്ട്, ആരാധനയുടെ ക്രമീകരണങ്ങൾക്ക് വ്യത്യാസം വരുന്നത് കൊണ്ട്, ആരാധനയ്ക്കകത്ത് ആചാരം കടന്നുകൂടിയതുകൊണ്ട്, ദൈവത്തെ നടത്തിയ ദൈവത്തെ ഭയപ്പെടാതെ ആമേൻ ലോകത്തിന് കീഴ്പ്പെട്ട് ലോകത്തിൻ്റെ ഇഷ്ടത്തിന് ജീവിച്ചത് കൊണ്ട് ദൈവം അവരെ ലോകത്തിന് തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. വല്ലാത്ത അനുഭവമാണ് ആമേൻ കുഞ്ഞുങ്ങളെ പ്രവാസ ജീവിതം എന്ന് പറയുന്നത്. പ്രവാസ ജീവിതത്തിൻ്റെ അകത്തളത്തിൽ സന്തോഷമില്ല, സമാധാനമില്ല. പക്ഷേ ഒന്നറിയണം, അവിടെ വചനം രേഖപ്പെടുത്തിയിരിക്കുന്നു, അവർ പ്രവാസ ജീവിതത്തിലാണെങ്കിൽ പോലും ആമേൻ ആ ജനം പെരുകിക്കൊണ്ടിരുന്നു. കരമുയർത്തി ആമേൻ പറ. നിന്റെ പ്രതികൂല സാഹചര്യത്തിൻ്റെ അകത്തും നിന്നെ വളർത്താൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന്. നിന്റെ കഷ്ടതയുടെ നടുവിലും നിന്നെ വളർത്താൻ കരുത്തുറ്റ ആമേൻ ഒരു ദൈവമുണ്ടെന്ന്. നിന്റെ വേദനയുടെ നടുവിലും നിന്നെ തടച്ചു വളരുമാറാക്കുന്ന ഒരു ദൈവത്തിൻ്റെ പരിപാലനം നിന്നോട് കൂടെയുണ്ട്. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, ഓൺലൈനിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന സഹോദരങ്ങളെ, ഇന്ന് പകലിൽ പരിശുദ്ധ ആത്മാവ് വചനത്തിലൂടെ സന്ദേശം കൈമാറുന്നു. ഏതു പ്രതിസന്ധിക്കകത്തും ഏതു വേദനയ്ക്കകത്തും അവനെ ഭയപ്പെടുന്ന ദൈവമക്കളെ വളർത്താൻ കരുത്തുള്ള ഒരു സർവശക്തനായ ദൈവം ഇന്ന് പകലിലും ഈ ആലയത്തിൽ അവന്റെ സാന്നിധ്യം വ്യാമീപ്യം തിരിച്ചറിയുന്ന, അവന്റെ അനുഭവം തിരിച്ചറിയുന്ന, ആ പ്രചോദനം ഏറ്റെടുത്തിരിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ ആത്മനിറവിൽ ദൈവത്തെ സ്തുതിക്കട്ടെ, ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കട്ടെ, ആത്മനിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് പകലിൽ പുറത്തു വരട്ടെ.
യേശുവിന്റെ നാമത്തിൽ. ഈജിപ്തിന്റെ മണ്ണിൽ നീ കിടന്നാലും, ഏതൊക്കെ ഫറവോൻ നിനക്കെതിരെ എഴുന്നേറ്റാലും, ഇന്ന് പകലിൽ പ്രാർത്ഥിച്ചോ. ഈ CA ക്യാമ്പിൽ ഞാൻ തലമുറകളോട് പറയുകയാണ്, മാതാപിതാക്കളോട് പറയുക, അഭിഷക്തന്മാരോട് പറയുക, ഈജിപ്തിന്റെ മണ്ണിൽ നീ കിടന്നാലും, ആമേൻ, പ്രവാസ ജീവിതമാണെന്ന് ലോകം മുദ്ര കുത്തിയാലും, ഏതൊക്കെ ഫറവോന്മാർ മാറി മാറി ഭരിച്ചാലും, നിന്നെ വളർത്തുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. ഏത് താഴ്ചയിൽ നിന്നും കരം പിടിച്ച് സുസ്ഥിരമായ പാറമേൽ നിർത്തി, നിന്റെ കാലിടറാതെ, നിന്റെ കണ്ണിൽ ആമേൻ കണ്ണുനീരൊഴുകാതെ, നിന്റെ കണ്ണുനീർ തുടച്ചു മാറ്റി ശ്രേഷ്ഠകരമായ അനുഭവത്തിലൂടെ നിന്നെ നടത്തുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. സ്തോത്രം. നമുക്ക് എന്തെങ്കിലും കാണിച്ച് പ്രകസനമുണ്ടാക്കി പ്രകമ്പനം കാണിച്ച് പോകാനല്ല നമ്മൾ ഈ CA ക്യാമ്പ് വെച്ചിരിക്കുന്നത്. കരമുയർത്തി രാമേൻ പറഞ്ഞേ. ആമേൻ. എന്തെങ്കിലും പ്രകസനം കാണിച്ചിട്ട് പോകാനാണെങ്കിൽ ഇതിലും നല്ല സ്ഥലങ്ങൾ നമുക്ക് വേറെയുണ്ടെന്ന്, അതിന് പറ്റിയ ഇടങ്ങളൊക്കെ വേറെയുണ്ടെന്ന്. ഇത് വിശുദ്ധിയും വേർപാടും ഉപദേശവുമുള്ള ദൈവസഭകളാ. കരമുയർത്തി ആമേൻ പറഞ്ഞൊന്ന്. നമുക്ക് ജീവിക്കേണ്ടത് വിശുദ്ധിക്കകത്താണെന്ന്, നമ്മൾ ജീവിക്കേണ്ടത് വേർപാടിൻ്റെ അകത്താണെന്ന്. ഒരുപക്ഷെ ലോകത്തിൻ്റെ അകത്ത് പ്രവാസ ജീവിതം പോലെയാണ് നിന്റെ ജീവിതമെങ്കിലും കുഞ്ഞേ, ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ, പെന്തക്കോസുകാരാകട്ടെ, അസംബ്ലീസ് ബോർഡുകാരാകട്ടെ, IPCക്കാരാകട്ടെ, ഏത് ഡിനോമിനേഷൻ ആണെങ്കിലും വചനത്തിന് വ്യത്യാസമില്ല കേട്ടോ. ഏത് സംഘടനയാണെങ്കിലും ആമേൻ, വചനത്തിന്റെ അകത്ത് വ്യവസ്ഥ അംഗീകരിച്ചേ പറ്റൂ. നിന്റെ ജീവിതം ഒരു പക്ഷെ ലോകത്തിന്റെ അകത്ത്, നീ താമസിക്കുന്നത് ഈ ഭൂമി മലയാളത്തിന്റെ അകത്ത്, പക്ഷെ വചനത്തിന് വ്യവസ്ഥ ആമേൻ വ്യത്യാസമില്ല. സകല മനുഷ്യർക്കും വ്യവസ്ഥ ഒന്ന് മാത്രമേ ഉള്ളൂ. സംഘടന നമ്മൾ ഉണ്ടാക്കിയതല്ലേ? നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. സംഘടനയെ മാത്രം എന്ത് ചെയ്യരുത്, തുടരുത്. ഞാനും ഏജിക്കാരൻ, അതുകൊണ്ട് ധൈര്യമായിട്ട് എനിക്ക് പറയാം. ഞാനും അസംബ്ലീസ് ഹോളിലാണ് പഠിച്ചത്, അതുകൊണ്ട് ധൈര്യമായിട്ട് പ്രസംഗിക്കാം. കരമുയർത്തി രാമയും പറഞ്ഞു. സംഘടന ഏതാണെങ്കിലും നമ്മുടെ വിചാരം IPCക്കാർക്ക് വേറൊരു വ്യവസ്ഥ, ഏജിക്കാർക്ക് വേറെ ഒന്ന്, ഷാരോൻകാർക്ക് വേറെ ഒന്ന്, ഇനി A തൊട്ട് Z വരെയും, പിന്നെ ഡബിൾ A തൊട്ട് പിന്നെ അടുത്ത സംഘടന തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 436 സംഘടനകൾ രജിസ്റ്റേർഡ് ആയിട്ട് കേരളത്തിൻ്റെ അകത്തുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് പ്രസംഗിച്ച പോലെ 33 കോടി ദൈവങ്ങളും 60,600 അസുരഗണങ്ങളും 1500 ബലികൊണ്ട ദേവതകളും 101 മന്ത്രമൂർത്തികളും ഭൂതങ്ങളും പ്രേതങ്ങളും ഒക്കെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ അകത്ത് അതിനേക്കാളും കൂടുതൽ സംഘടനകളുണ്ട്. എൻ്റെ കൂടെ ഉണ്ട് നിങ്ങൾ. അതിനേക്കാളും കൂടുതൽ സംഘടനകളുണ്ട്. പാസ്റ്റർമാരെ കണക്കെടുത്താലും അതിൻ്റെ അപ്പുറമാണ്. സംഘടനക്കാരും കൂടുതൽ പാസ്റ്റർമാർ. അപ്പോൾ ഏത് സംഘടനയ്ക്കകത്ത് കയറണമെന്ന് അറിയാണ്ട് പാസ്റ്റർമാരും എന്ത് ചെയ്യുക, വിഷമിച്ചടക്കുക. ഇവിടെ കയറിയപ്പോൾ ഇതിനേക്കാളും നല്ലത് അപ്പുറത്തായിരുന്നു വിചാരിച്ചിട്ട് അങ്ങോട്ട് ചെന്നു. അവിടെ ചെന്നപ്പോൾ അതിലും ഭേദം വേറെ വേണമെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്നു. ഇപ്പോൾ എവിടെ പോകണമെന്ന് അറിയത്തില്ല. പുതിയ സംഘടന ഉണ്ടാക്കിയാലൊന്ന് ആലോചിച്ച് നടക്കുക. ഇവൻ്റെ കടപ്പ് ഈജിപ്തിലാണ്, എന്നാലും അഹങ്കാരത്തിന് കുറവില്ല. ഇവൻ്റെ ജീവിതം ഈജിപ്തിലാണ്. മറ്റവൻ്റെ വടി ഇവൻ്റെ മുതുകത്തായിരിക്കുന്നത്. ഇടയ്ക്കിടക്കം പൊട്ടുന്ന പോലെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവന് അഹങ്കാരത്തിന്, നിങ്ങൾ എൻ്റെ കൂടെ വന്നേ, എന്നിട്ടും അഹങ്കാരത്തിന് കുറവില്ല. നമുക്കിതിപ്പോൾ പുറത്തു പോയി പ്രസംഗിക്കാൻ പറ്റുമോ? ഒരു പരസ്യത്തിന് പോയിട്ട് നമുക്കിത് പ്രസംഗിക്കാൻ പറ്റുമോ പാസ്റ്റേ? ശരിയല്ലേ വെച്ചാ? നമുക്കൊരു പരസ്യം പോയിട്ട് നമുക്കിങ്ങനെ കിട്ടുന്ന സമയത്ത് പറയാൻ പറ്റത്തുള്ളൂ. സംഘടന വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞ് വചനത്തിന് വ്യത്യാസമില്ല. IPCക്കാർക്ക് ഒരു സ്വർഗം, നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കും. വെള്ളയും ഇട്ടുണ്ടല്ലേ വന്നേ, അങ്ങോട്ട് മാറി നിന്നു. നിങ്ങളോ, ഞങ്ങൾ ഏജിക്കാരാ, അന്ന് 102 വർഷമായി, നിങ്ങൾ ഇങ്ങോട്ട് മാറിക്കോ. നിങ്ങളോ, ചർച്ച ബോർഡ് തരാം, ഞങ്ങൾ സ്റ്റേറ്റും ഡിവിഷനോ, അപ്പം പിന്നെ സ്വർഗം മാറ്റേണ്ടി വരും. അങ്ങനെയുണ്ടോ? സകല മനുഷ്യനും രക്ഷാകരമായ, കരമുയർത്തി ആമേൻ പറയുന്നു, ഒറ്റ വചനമേ നമുക്കുള്ളൂ, ഒറ്റ വ്യവസ്ഥയെ നമുക്കുള്ളൂ. അത് നീ ഈജിപ്തിൻ്റെ മണ്ണിൽ കിടന്നാലും, ആമേൻ, നീ ഇസ്രായേലിൻ്റെ മണ്ണിൽ കിടന്നാലും, നീ കേരളത്തിൻ്റെ മണ്ണിൽ കിടന്നാലും, ലോകത്തിൻ്റെ ഏത് രാജ്യത്ത് നീ പോയാലും, ദൈവത്തെ ആരാധിക്കുന്ന തലമുറയാണോ കുഞ്ഞേ നീ, നിനക്ക് വ്യവസ്ഥ ഒന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ആമേൻ ദൈവത്തിൻ്റെ വചനം, ആമേൻ, യേശു തമ്പുരാൻ വിളിച്ചു പറഞ്ഞത്, ദൈവത്തെ ആരാധിക്കുന്നവർ, പിതാവിനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണവർ ആ മലയിലുമല്ല ഈ മലയിലുമല്ല, മറിച്ച് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു കൂട്ടം തലമുറകൾ പുറത്തു വരട്ടെ.
കുഞ്ഞുങ്ങളോടൊരു സന്ദേശം പറഞ്ഞു, മക്കളെ, ആ മലയിലും ഈ മലയിലും ഒക്കെ ആരാധന നടക്കുന്നുണ്ട്. ഇതിലും നല്ല ആരാധനയാണ്, ഇതിലും നല്ല ആലയമാണ്, ഇതിലും നല്ല കീബോർഡിസ്റ്റാണ്, ഇതിലും നല്ല സൗണ്ട് സിസ്റ്റമാണ്, ഇതിലും നല്ല മനോഹരമായിട്ടുള്ള ക്രമീകരണങ്ങളാണ്. നിലത്തൊന്നും ഇരിക്കേണ്ട, ചെയറിലിരുന്നാൽ മതി. AC ഒക്കെ ആമേൻ 3 4 അതിനപ്പുറത്തുണ്ട്. എൻ്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ? പക്ഷെ തമ്പുരാൻ പറഞ്ഞത് ആ മലയിലുമുള്ള ആരാധനയല്ല, ഈ മലയിലുമുള്ള ആരാധനയല്ല വേണ്ടത്. പിന്നെ ദൈവത്തെ ആരാധിക്കുന്നവർ ഒച്ചയ്ക്ക് പറ. പോരാ, ഇവിടെ നിന്നൊന്നും ഒച്ച കേൾക്കുന്നില്ല. മാതാപിതാക്കൾ ഇത് കുറേ നാളായി പറഞ്ഞു നടക്കുന്നത്, അവരവിടെ നിൽക്കട്ടെ. കുഞ്ഞുങ്ങൾ പറ. ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും എന്ത് ചെയ്യണം? അപ്പോൾ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നതിൻ്റെ കൂടെ പോകാവുള്ളെന്നാണ് പറഞ്ഞത്. കിടപ്പ് ഈജിപ്തിൻ്റെ മണ്ണിലാണെങ്കിലും ആരാധനയ്ക്ക് വ്യത്യാസം വന്നിട്ടില്ല. സ്തോത്രം പറഞ്ഞു. ഈജിപ്തിൻ്റെ മണ്ണിൽ കിടക്കുന്ന ഇസ്രായേൽ ജനം പെറ്റു പെരുകി വർദ്ധിച്ചു വന്നു. ഫറവോൻ എഴുന്നേറ്റ് നോക്കിയപ്പോൾ തങ്ങളല്ലാത്തൊരു ജനം എന്ത് ചെയ്യുന്നു? വളരുന്നു. തങ്ങളല്ലാത്തൊരു ജനം വളരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു വളർച്ച വന്നതെന്നല്ലേ? അതറിയണമെങ്കിൽ ഒരു 4 തലമുറ പുറകോട്ട് പോകണം. എന്താ കാരണം? അബ്രഹാമിൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കണം, എന്താ അബ്രഹാമേ, ഇസ്രായേൽ ജനം ഇങ്ങനെ മിസ്രൈം ദേശത്ത് കിടന്ന് വളരുന്നതിൻ്റെ കാരണം എന്നാ? അതെ, എന്നോടൊരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്വതന്ത്രം പറഞ്ഞു. നിന്റെ പിതാക്കന്മാരോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം അവരുകൊണ്ട് അവസാനിപ്പിക്കുന്ന ഒരു ദൈവത്തെ അല്ല നമ്മൾ സേവിക്കുന്നത്. മറിച്ച് പിതാക്കന്മാരോട് പറഞ്ഞ വാഗ്ദത്തം 4ാം തലമുറ കഴിഞ്ഞാലും അവസാനിപ്പിക്കാതെ തലമുറകൾ 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 കൈമാറി നിന്നെ വർദ്ധിപ്പിക്കുവാൻ, നിന്നെ അനുഗ്രഹിക്കുവാൻ, നിന്റെ സഭയെ വളർത്തുവാൻ, അതിനെ അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുവരാൻ കരുത്തുള്ള ഒരു ദൈവത്തെ അത്രേ ഇന്ന് പകൽ നമ്മൾ ആരാധിക്കുന്നത്. സ്തോത്രം. അബ്രഹാമിനോട് ചോദിച്ചു, അബ്രഹാമേ, എന്തുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ ഒരു വളർച്ച വരാൻ കാരണം? അബ്രഹാം പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നോട് പറഞ്ഞ ഒരു പദമുണ്ട്, നിന്റെ തലമുറകളെ ഞാൻ അനുഗ്രഹിക്കുമെന്ന്. നക്ഷത്രങ്ങൾ കാണിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, ഭൂമിയിലെ മണൽത്തരികൾ കാണിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, നിന്റെ തലമുറകൾ സന്താനപുഷ്ടിയുള്ളവരായി മാറുമെന്ന്. കുഞ്ഞേ, ഏതു പ്രതികൂലത്തിന്റെ സാഹചര്യത്തിലും നിന്റെ തലമുറകളെ 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 മാനിക്കാൻ കരുത്തുള്ള ഒരു ദൈവത്തിന്റെ പരിപാലനം നിന്റെ ആലയത്തിന്റെ അകത്തുണ്ട്. സ്തോത്രം. 4ാമത്തെ സങ്കീർത്തനമായി നമ്മൾ വായിച്ചല്ലേ? അതിന്റെ 3ാമത്തെ വാക്യാണെന്ന് എനിക്ക് തോന്നുന്നു. പറയുന്നത്, യഹോവ ഭക്തനെ തനിക്ക് വേണ്ടി എന്ത് ചെയ്തിരിക്കുന്നു? കരമുയർത്തി സ്തോത്രം പറഞ്ഞേ. ഈജിപ്തിന്റെ മണ്ണിലാണെങ്കിലും ദൈവം ഇസ്രായേൽ ജനത്തെ വേർതിരിച്ച് വെച്ചേക്കുക. ഞാൻ ഭാഗത്തേക്ക് കയറുന്നില്ല, സമയം പോകും. ഫറവോൻ നോക്കിയപ്പോൾ തങ്ങൾ അറിയാത്തൊരു ജനം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക. സത്യത്തിൽ പാസ്റ്ററെ, ഫറവോൻ പേടിച്ചു. എന്തിനാ പേടിച്ചെന്നറിയാമോ? ഇവരുടെ വളർച്ച കണ്ടാ പേടിച്ച്. മമ്മി 1:9 ഒന്ന് വായിക്കാവോ? ഇത് ശ്രദ്ധിച്ചോണേ, ഇത് ശ്രദ്ധിച്ചോണേ. പെന്തക്കോസുകാരെ കുറിച്ച് പറയുന്ന നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഈ പറയുന്നത് ആരാണെന്നറിയാമോ? ഫറവോനാ പറയുന്നത്. ഫറവോൻ ആരോടെ പറയുന്നതെന്നറിയാമോ? ഏത് ജനത്തോടെ പറയുന്നതെന്നറിയാമോ? അതാ എനിക്കറിയേണ്ടത്. തൻ്റെ ജനത്തോടാണെന്ന് നിങ്ങളെക്കാളും കൂടുതൽ എനിക്കറിയാം. മിസ്രൈമിനോട് പറയുന്നൊരു കാര്യമാണ്. ഫറവോൻ തൻ്റെ ജനത്തോട് പറയുക. ശ്രദ്ധിച്ച് കേട്ടോണം, വായിച്ചേ. അമ്മ അവിടെ നിർത്തിക്കേ. ഇസ്രായേൽ ജനം നമ്മളെക്കാൾ ബാഹുല്യവും ആര്? പിശാച് പുറത്തു നിന്നിട്ട് മറ്റവനോട് പറയാടാ, ഇരിക്കുന്നവർ നമ്മളെക്കാളും ബാഹുല്യമുള്ളവരാ, ശക്തിയുള്ളവരാ. പക്ഷേ നമ്മുടെ വലിപ്പവും നമ്മുടെ ശക്തിയും നമുക്കറിയത്തില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. നിന്നേക്കാളും കൂടുതൽ നിന്റെ വലിപ്പവും ശക്തിയും പിശാചിന് മനസ്സിലായി. നിന്നെ തൊടാൻ കഴിയത്തില്ലെന്ന് അവനറിയാം.
നിന്നെ പിടിച്ചാൽ കിട്ടത്തില്ലെന്ന് അവനറിയാം. കാരണം നിന്നെ നിയന്ത്രിക്കുന്നത് ലോകമല്ലെന്ന്, നിന്നെ നിയന്ത്രിക്കുന്നത് ഒരു പാസ്റ്റർ അല്ലെന്ന്, നിന്നെ നിയന്ത്രിക്കുന്നത് ഒരു സഭയല്ലെന്ന്, നിന്നെ നിയന്ത്രിക്കുന്നത് ഒരു സംഘടനയല്ല. നിന്റെ പിന്നിൽ ഒരു കരം വെളിപ്പെടുന്നുണ്ട്. ആ കരത്തിന്റെ പേരത്ര സർവശക്തനായ ദൈവം. സ്തോത്രം. നമ്മളെ നിയന്ത്രിക്കുന്നത് ദൈവമായിരിക്കണം. നിന്റെ വളർച്ച കാണുമ്പോൾ, നിന്റെ ശക്തി കാണുമ്പോൾ, നിന്റെ വലിപ്പം കാണുമ്പോൾ പിശാചു മനസ്സിലാക്കണം ഇവനെ തൊടാൻ കഴിയത്തില്ല എന്ന്. സ്തോത്രം. ഫറവോൻ തന്റെ ജനത്തോട് പറയാ, സൂക്ഷിച്ചു നിന്നോണം, ഇവന്മാര് വലിപ്പമുള്ള ജാതിയാ, ഇവന്മാരെ തൊടാൻ കഴിയത്തില്ല, ഇവന്മാരെ പിടിച്ചടക്കാൻ പാടാണ്. കാരണം എന്താണെന്നറിയാമോ? എക്സ്പ്ലനേഷൻ അതിൻ്റെ അകത്തില്ല, ഞാൻ പറയാം. ആമേൻ. ഫറവോൻ പറഞ്ഞു ഇവരെ തൊടാൻ പറ്റത്തില്ല, ഇവരെ പിടിക്കാൻ പറ്റത്തില്ല. പക്ഷേ അതിൻ്റെ കാരണം ഇവരെ നിയന്ത്രിക്കുന്നത് ഇവരല്ല കേട്ടോ. ഇവർക്കൊരു നേതാവ് ഭൂമിയിലില്ല, പക്ഷെ ഇവരുടെ നേതാവ് ഇരിക്കുന്നത് സ്വർഗത്തിലാ. ആ സ്വർഗത്തിലെ നേതാവ് ഉള്ളിടത്തോളം കാലം ഇസ്രായേൽ ജനത്തെ തൊടാൻ കഴിയത്തില്ല. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? തലമുറകളെ, ഇന്ന് പകൽ ദൈവത്തെ ഭയപ്പെട്ടു ജീവിക്ക്. നിങ്ങളെ തൊടാൻ കഴിയത്തില്ല. കാരണം നിങ്ങളെ നിയന്ത്രിക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകലിൽ ഈ CA ക്യാമ്പിന്റെ അകത്ത് നിങ്ങളോട് കൂടെയുണ്ട്. ഫറവോൻ എന്താ പറഞ്ഞേ? അവർ വലിപ്പവും ആമേൻ ബാഹുല്യവും ശക്തിയുമുള്ളവര്. ആമേൻ. പൗലോസ്ലീഹ പറഞ്ഞത് ആമേൻ എന്താണെന്നറിയാമോ? എൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ഒരു ദൈവത്തിൻ്റെ ശക്തി. സ്തോത്രം പറഞ്ഞേ. അപ്പോൾ പൗലോസിന് തന്നെ മനസ്സിലായി, എനിക്ക് നേരെ നിൽക്കണമെങ്കിൽ മറ്റൊന്നും കാര്യമില്ല ദൈവശക്തി ഇല്ലാതെ. സ്തോത്രം. ആമേൻ. പിശാചിന് ഇവിടെ മനസ്സിലായൊരു കാര്യം എന്താണെന്നറിയാം? ഫറവോന് മനസ്സിലായൊരു കാര്യം എന്നറിയാം, ഇവരെ തൊടാൻ കഴിയത്തില്ല, ഇവർ വലിപ്പമുള്ളവരാ. അതുകൊണ്ട് ഫറവോൻ പറഞ്ഞാൽ ഇവന്മാരാളെ കൂട്ടി ഇനി അടുത്തത് നമ്മളോട് യുദ്ധം ചെയ്ത് ആമേൻ ഇവരെന്ത് ചെയ്യും? നമ്മളെ കീഴടക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ തൊട്ട് താഴെയുള്ള പദവും കൂടി നിങ്ങൾ ദൈവമക്കൾ തിരിച്ചറിയണം, തലമുറകൾ തിരിച്ചറിയണം. ആ വാക്യം വായിച്ചങ്ങ് നിർത്തിയേക്കാം അമ്മേ. അടുത്തത് ശ്രദ്ധിച്ചോണേ. ഇന്ന് ദൈവമക്കൾക്ക് ഇല്ലാതെ പോയ സാധനം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വായിച്ചോ. കേട്ടോണം. അടുത്തത് മന്ദബുദ്ധികളായിട്ടുള്ള പെന്തക്കോസുകാരാ നമ്മുടെ പെന്തക്കോസുകാർ മുഴുവൻ. ആർക്കെങ്കിലും വിഷമമുണ്ടോ? വിഷമം തോന്നിയിട്ട് കാര്യമില്ല. കാരണം എന്നാ? ദൈവസഭയ്ക്കകത്ത് കിടന്ന് മുട്ടനാട് ഇടിയുണ്ടാക്കുന്ന പോലെ ഇടിയുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. തമ്മി കണ്ടുകൂടാ. സ്വോത്രം പറഞ്ഞിട്ട് 4 ആഴ്ച കഴിഞ്ഞു. കർത്തൃമേശ 3 ആഴ്ച കൂടുമ്പോൾ ഉണ്ട്. ഏറ്റവും വലിയ അപ്പം നോക്കി എടുത്തോണ്ട് പോകും. ചെറിയ ഗ്ലാസിൻ്റെ അകത്ത് വീഞ്ഞു കൊടുത്തെന്നും പറഞ്ഞ് ഭയങ്കര ബഹളം. ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ചെറിയ ഗ്ലാസിൻ്റെ അകത്ത് കൊടുത്തത്. അപ്പം അത് പ്രശ്നം. ഞങ്ങൾക്ക് വീഞ്ഞ് തികയുന്നില്ല, കുറച്ചും കൂടി കുടിച്ചിരുന്നെങ്കിലോ. ഇത്രയും കൊടുത്തിട്ട് ഇവൻ ഇത്രയും ബഹളം. 4 ആഴ്ചയായി സ്വോത്രം കൊടുത്തിട്ട്. ഒരു കസേര 2 കസേരയ്ക്ക് അപ്പുറത്തേക്ക് മാറ്റിയേ പിരിക്കുന്നത്. എന്നെ കൊന്നാലും ഞാൻ അവളോട് എന്ത് ചെയ്യല? എൻ്റെ ശവം കുഴിക്കകത്ത് പെട്ടിക്കകത്ത് വെച്ചാലും എൻ്റെ മുഖം കാണാൻ വന്നേക്കരുത്. കഴിഞ്ഞിടയ്ക്ക് ജനറൽ ബോഡി യോഗം കൂടരുത്, കമ്മിറ്റിയും കൂടരുത്. ഞാൻ പറഞ്ഞത് ഇതൊക്കെ പിരിച്ചുവിടുന്നതായിരിക്കും നല്ലത്. ഏറ്റവും കൂടുതൽ അടി നടക്കുന്ന അതിൻ്റെ അകത്താ. കമ്മിറ്റി ഉണ്ടല്ലോ വാസേ, ഞാൻ അന്നേരം പറയാം ബാക്കി. അന്നേരം ഇത് കണ്ടോണ്ടാ ഫറവോൻ പറഞ്ഞത് നമുക്ക് ഇവരോട് എന്ത് ചെയ്യാം? കാരണം ഇവന്മാർ തമ്മിൽ വലിയ ഐക്യതയൊന്നുമില്ലെന്ന് ആർക്കറിയാം? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുക. ഇവന്മാർ തമ്മിൽ വലിയ ഐക്യതയൊന്നുമില്ലെന്ന് ആർക്ക് മനസ്സിലായി? ഫറവോൻ. അതുകൊണ്ട് ഈ ബുദ്ധിയില്ലാത്ത ഇവന്മാരുടെ ഇടയ്ക്ക് നമുക്ക് ബുദ്ധിയോടെ എന്ത് ചെയ്യാം? ഒരു കുഴപ്പമില്ല. സ്തോത്രം പറയുന്നവരുടെ കൂടെ അങ്ങ് ചെറിയ പാട്ടിൻ്റെ ഒക്കെ കൂടെ ഒരു കൊട്ടൊക്കെ കൊട്ടി അങ്ങ് ഇരുന്നാൽ മതി. നമ്മൾ മിണ്ടാണ്ടിരുന്നാൽ മതി. ഇവന്മാരെ നമുക്ക് വശത്തിന് നമ്മുടെ വശത്ത് എന്ത് ചെയ്യാം? ആക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒരു ഭിന്നതയും, ഇടയ്ക്കിടയ്ക്ക് ഒരു കുത്തിത്തിരിപ്പും,
ഇടയ്ക്കിടയ്ക്ക് ഒരു ചെറിയ ചെറിയ ഒരു 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 കമ്പിട്ടൊരു കുത്തും. ഇത് കേൾക്കാൻ വേണ്ടി ചിലതങ്ങ് ഇരിക്കുക. പാസ്റ്റേ ഞങ്ങളോടോ പറയാം കേട്ടോ, ഇവിടുന്ന് പുറത്തിറങ്ങുമല്ലോ. മറ്റവൻ പറഞ്ഞത് കേട്ടിട്ട് ഇവിടെ വന്നിട്ട് ചാടുന്നേ. നമ്മുടെ പല ആളുകളുടെ നിയന്ത്രണം ലോകത്തിൻ്റെ കയ്യിലാണ്. നിങ്ങൾ കൊരിന്ത് സഭയെക്കുറിച്ചൊന്ന് പഠിക്കണം. അപ്പോസ്തലനായ പൗലോസ് AD 52-56 കാലഘട്ടങ്ങളിലാണ് കൊരിന്തിലെത്തുന്നത്. കൊരിന്തിലെത്തുമ്പോൾ അസന്മാർഗികമായ ജീവിതം നയിക്കുന്നവരാണ് കൊരിന്ത് പട്ടണത്തിലുള്ളത്. പൗലോസ് അവിടെ ചെന്നിട്ട് 4 കാലും കുഴിച്ചിട്ട് ഒരു തൂണും മേക്കൂരം വലിച്ചു കയറ്റി പള്ളിയൊന്നും ഉണ്ടാക്കിയില്ല. പൗലോസ് അവിടെ ചെന്ന് കൂടാരപ്പണി എടുത്തു. 6 മാസത്തിലധികം കൂടാരപ്പണി എടുത്തു. അടുത്ത കാലഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പൗലോസ് അവിടെ എന്ത് ചെയ്തു? ചെറിയ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഏകദേശം പൗലോസ് ചെല്ലുമ്പോൾ 1000-ലധികം ദേവദാസി സമ്പ്രദായത്തിലുള്ള സ്ത്രീകൾ അവിടെയുണ്ട്. വേശ്യാവൃത്തി നടത്തുന്ന സ്ത്രീകൾ അവിടെയുണ്ട്. 2 തുറമുഖങ്ങൾ അവിടെയുണ്ട്. ഇതിൻ്റെ അകത്തെല്ലാം അസന്മാർഗികമായ ജീവിതങ്ങൾ മാത്രം അവിടെ നയിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? പക്ഷേ കൊരിന്ത് ദേശത്തിൻ്റെ അകത്ത് സഭ വളർത്തി. സഭ വളർന്നു കഴിഞ്ഞപ്പോൾ കൊരിന്ത് പട്ടണത്തിലെ ആളുകളെ ദൈവസഭയ്ക്കകത്തേക്ക് ദൈവം ആകർഷിച്ചു കൊണ്ടിരുന്നു. പക്ഷേ ഒറ്റ ആളുകളെ പോലും കൊരിന്ത് പട്ടണത്തിലേക്ക് കൊണ്ടുപോകാൻ പിശാചിന് കഴിഞ്ഞില്ല. പക്ഷെ പറ്റിയൊരു അബദ്ധം എന്നാണെന്നറിയാമോ? കൊരിന്ത് സഭയെ നിയന്ത്രിക്കുന്നത് കൊരിന്ത് പട്ടണമായി പോയി. നിങ്ങൾക്ക് മനസ്സിലായില്ല? ഇവിടുന്ന് ഒരെണ്ണം അങ്ങോട്ട് പോയില്ല, പക്ഷെ അവിടുന്ന് കയറിയന്മാരൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കൊരിന്ത് പട്ടണത്തിൻ്റെ അകത്തെ സ്വഭാവം കൊരിന്ത് സഭയ്ക്കകത്ത് കയറി. കൊരിന്ത് സഭയെ നിയന്ത്രിക്കുന്നത് ആരായിപ്പോയി? കൊരിന്ത് ദേശമായി പോയി. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ ഫറവോൻ പറയുകയാണ്, ബുദ്ധിയോടെ പെരുമാറാം. എങ്ങനെയാണ് പെരുമാറേണ്ടത്? ബുദ്ധിയോടെ പെരുമാറാം. സഭയ്ക്കകത്ത് ജനറൽ ബോഡിയോട് യോഗം കൂടുന്ന സമയത്ത് നാട്ടുകാരുടെ അടുത്ത് പോയിട്ട് അഭിപ്രായം ചോദിച്ചോണ്ടാ നമ്മൾ എന്താണ് പറയേണ്ടത്? എടാ, ഇങ്ങനെ ഒരു വിഷയം ഞങ്ങളുടെ സഭയ്ക്കകത്തുണ്ട്, എങ്ങനെയാ 2 വാക്ക് അവനോട് പറയണം? മറ്റവൻ ബുദ്ധിപൂർവ്വം നിൽക്കുക. എൻ്റെ കൂടെ നിങ്ങളുണ്ടോ? ദൈവമക്കളെ, ദൈവജനം വലുപ്പമുള്ളവരും ശക്തിയുള്ളവരുമാണെന്ന് പിശാച് മനസ്സിലാക്കി അവിടെ എഴുതി വച്ചിരിക്കുന്നു. അവർ 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 വളർന്ന് പെരുകി നമ്മളെ തോൽപ്പിച്ച് ഈ രാജ്യം വിട്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ബുദ്ധിയോടെ പെരുമാറാം. ഇന്ന് പകലിൽ ദൈവസഭയോട് ഞാൻ പറയുന്നു, പിശാചിൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് ദൈവമക്കൾ CA ക്യാമ്പിൻ്റെ അകത്ത് കടന്നു വന്നിരിക്കുന്ന അഭിഷക്തന്മാരോടും ദൈവകുഞ്ഞുങ്ങളോടും തലമുറകളോടും പറയുന്നു, പിശാചിൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിയുന്ന പിശാചിന്റെ ബുദ്ധിയെ തിരിച്ചറിയ. നിന്റെ സഭയെ തകർക്കാൻ, സഭ വളർച്ചയെ തകർക്കാൻ, നിന്റെ കൂട്ടായ്മയെ തകർക്കാൻ, നിന്റെ കൂട്ടുകെട്ടിനെ പൊളിക്കാൻ, നിന്റെ ഐക്യതയെ തടയിടുവാൻ, അതിൻ്റെ അകത്ത് ഭിന്നതയുണ്ടാക്കുവാൻ, ദൈവദാസന്മാരുടെ ഇടയിൽ കലക്കമുണ്ടാക്കാൻ, ദൈവസഭയ്ക്കകത്ത് കലക്കമുണ്ടാക്കാൻ പിശാച് ബുദ്ധിയോടെ പെരുമാറുമ്പോൾ ദൈവസഭ ഉണർന്ന് പ്രാർത്ഥിക്കേ. സ്തോത്രം. പിശാചിന് ഇസ്രായേൽ ജനത്തെക്കാളും മനസ്സിലായി. എന്നാന്നറിയോ? ഇവരെല്ലാവരും കൂടി യുദ്ധം ചെയ്ത് ഞങ്ങളെ തോൽപ്പിക്കുമെന്ന്. നല്ലൊരു ആമേൻ പറഞ്ഞു. ഇവർ വളർന്ന് ഞങ്ങൾ എന്ത് ചെയ്യും? തോൽപ്പിക്കും. അതിനൊരു സംശയമില്ല. ഇതാർക്കറിയാം? പിശാചിന് അറിയാവുന്നതുകൊണ്ട് പിശാച് പറഞ്ഞു, നമുക്ക് അവരോട് എന്ത് ചെയ്യാം? ബുദ്ധിയായി പെരുമാറാം. അതിൻ്റെ താഴോട്ടുള്ള വാക്കുകൾ വായിക്കണ്ട. അവസാനത്തെ ആ പാരഗ്രാഫ് വായിച്ച് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാ: അവരുടെ ജീവനെ അവർ കയ്പാക്കി മാറ്റി. മനസ്സിലാകുന്നുണ്ടോ? അവനെ ഇടം കൊടുത്തു കഴിഞ്ഞപ്പോൾ, അവൻ്റെ ബുദ്ധിയെ തിരിച്ചറിയാതെ വന്നപ്പോൾ, ചില തലമുറകളുടെ ജീവിതത്തെ, ചില മാതാപിതാക്കളുടെ ജീവിതത്തെ, ചില കുടുംബത്തിൻ്റെ അകത്ത്, ദൈവസഭയ്ക്കകത്ത് അവൻ കയ്പിൻ്റെ വിത്തുപാകി അത് മുളപ്പിച്ചു കഴിഞ്ഞു. എത്ര പേര് തിരിച്ചറിയുന്നുണ്ട്? ഈ കാലഘട്ടങ്ങളിൽ അഭിഷക്തന്മാർ തിരിച്ചറിയട്ടെ, ദൈവസഭ തിരിച്ചറിയട്ടെ, ദൈവമക്കൾ തിരിച്ചറിയട്ടെ. ദൈവസഭയ്ക്കകത്ത് കയ്പിന്റെ വിത്ത് കൊണ്ട് പാകി മുളപ്പിച്ച് സഭയെ കലക്കാൻ നോക്കുന്ന ചില ഫറവോന്റെ ശക്തികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ശക്തിയും കൃപയും പ്രാപിച്ച ദൈവമക്കൾ, ശക്തിയും വലിപ്പവും പ്രാപിച്ച ദൈവമക്കൾ, സ്വർഗത്തിലെ കരം നിന്നോട് കൂടെയുണ്ടെന്നുള്ള തിരിച്ചറിവിനാൽ ഈ ദിവസങ്ങളിൽ അതിനെ എതിർക്കട്ടെ.
ദൈവസഭയെ പൊളിക്കുന്ന ചില ചെറു കുറുക്കന്മാരുണ്ട്. ബുദ്ധിയോടെ പെരുമാറി ദൈവസഭയെ തകർക്കാൻ, പ്രസ്ഥാനങ്ങളെ തകർക്കാൻ നോക്കുന്ന ചില ഫറവോന്റെ ശക്തികളെ ദൈവസഭകൾ തിരിച്ചറിയട്ടെ. ഒന്നാമത് പദ്ധതിയിട്ട് പിശാച് കഠിനവേല കൊടുത്ത് ഇവരുടെ ശരീരത്തെ എന്ത് ചെയ്യുക? തളർത്തുക എന്ന് പറഞ്ഞാൽ ഒരു ജനറേഷൻ്റെ വരവിനെ തടയാൻ പിശാച് ഒന്നാമത് പദ്ധതി ഇട്ടു. അത് പൊളിഞ്ഞു എന്ന് തോന്നിയപ്പോൾ അടുത്ത പദ്ധതി ഇട്ടു. അതാ നമ്മൾ വായിച്ചവസാനിപ്പിച്ചത്. സൂതുകർമ്മിണികളെ വിളിച്ചു, അവരോട് പറഞ്ഞു, ജനിക്കുന്നത് ആൺകുഞ്ഞുങ്ങളെങ്കിൽ അവിടെ വെച്ച് എന്ത് ചെയ്യണം? കൊന്നുകളയണം. പക്ഷേ നിങ്ങൾ തിരിച്ചറിഞ്ഞോണം, സൂതികർമ്മിണികൾ എന്ന് പറയുന്നത് മിസ്രൈം രാജ്യത്ത് ജീവിക്കുന്ന മിസ്രൈമ്യരായിട്ടുള്ള ആളുകളെ അല്ല തിരഞ്ഞെടുത്തത്, എബ്രായ സൂതികർമ്മിണികളെ തന്നെ തിരഞ്ഞുപിടിച്ച് എബ്രായ സ്ത്രീകൾ പ്രസവിക്കുന്ന എബ്രായ കുഞ്ഞുങ്ങളെ എബ്രായരുടെ വീടിൻ്റെ അകത്ത് വെച്ച് കൊല ചെയ്യാൻ പദ്ധതിയിട്ടു. പിശാചിൻ്റെ തന്ത്രം കണ്ടോ? ദൈവസഭയ്ക്കകത്തുനിന്ന് തന്നെ ചിലതിനെ പൊക്കി. അവനറിയാം ഇതിൻ്റെ അകത്തുനിന്ന് പിടിച്ച കാര്യം നടക്കും. നമ്മളെക്കാളും കൂടുതൽ നമ്മുടെ വിഷയം അറിയാവുന്നവർ നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് ഇതിൻ്റെ അകത്തുനിന്ന് തന്നെ ചിലതിനെ പൊക്കിയാൽ മതി. ഇതിൻ്റെ അകത്തൊരു കലക്കമുണ്ടാക്കാൻ, ഈ കമ്മിറ്റിക്കകത്തൊരു പ്രശ്നമുണ്ടാക്കാൻ, ദൈവസഭകളുടെ അകത്ത് പ്രശ്നമുണ്ടാക്കാൻ, പ്രസ്ഥാനങ്ങളുടെ അകത്ത് പ്രശ്നമുണ്ടാക്കാൻ, മറ്റൊരു സ്ഥലത്തു നിന്നും ഒരെണ്ണത്തിനെയും കൊണ്ടുവരണ്ട. ഇതിൻ്റെ അകത്തുള്ള ചിലതിനെ തന്നെ പിടിച്ചാൽ മതി. ചില തലമുറകളെ ബ്രേക്ക് ചെയ്ത്, ചില തലമുറകളെ പുറത്തു കൊണ്ടുവരാതെ അവരുടെ ശുശ്രൂഷയെ അടച്ചു കളയാൻ ഇതിൻ്റെ അകത്തു നിന്ന് തന്നെ ചിലതിനെ പൊക്കുമെന്ന് പിശാച് വാദഗതി മുടക്കിയാലും തിരിച്ചറിവുള്ള ദൈവസഭ ഇന്ന് പകലിൽ പറയണം, ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുന്ന പിശാചിന്റെ തന്ത്രങ്ങളെ തകർത്തെറിയാൻ കഴിയുന്ന ഒരു ദൈവ സാന്നിധ്യം ഞങ്ങളോട് കൂടെയുണ്ട്. അവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു കഴിഞ്ഞാൽ പിശാചിന്റെ തന്ത്രങ്ങളെ ഇടിച്ചു നിരത്തിക്കൊണ്ട് മിസ്രൈമിന്റെ ആധിപത്യത്തെ കീഴിലാക്കിക്കൊണ്ട് ഫറവോന്റെ ശക്തിയെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് ജയത്തോടെ കരമടിച്ച് ചില മിനിറ്റുകൾ ദൈവത്തെ ആരാധിക്കട്ടെ. ഇന്ന് പകലിൽ നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ഒരു ദൈവത്തിന്റെ ശക്തിയുണ്ട്. ആർക്കും പിടിച്ചു വെക്കാൻ കഴിയാത്ത, ആർക്കും മാറ്റി നിർത്തുവാൻ കഴിയാത്ത ഒരു ദൈവത്തിന്റെ പ്രവൃത്തി ആലയത്തിന്റെ അകത്ത് വെളിപ്പെടുന്നുണ്ട്. ഭിന്നതകളുടെ കെട്ടുകളെ പൊട്ടിക്കുന്ന, ഐക്യതകളെ നഷ്ടപ്പെടുത്തുന്ന, ദുരാത്മാവിന്റെ പ്രവർത്തനങ്ങളെ അഴിച്ചു മാറ്റുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകലിൽ ഈ ആലയത്തിന്റെ അകത്ത് അത് വ്യാപരിക്കുന്നുണ്ട്. Oh Jesus.